നമസ്കാരം. ഷെക്കൈന ബിഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. തീവ്രവാദ പ്രവർത്തനങ്ങളെക്കുറിച്ച്, ലഹരി ഭീകരതയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയ പാലാ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ടിന്റെ പ്രസ്താവനയെ തെളിവുകൾ ഇല്ല എന്ന പേരിൽ നിസ്സാരവൽക്കരിച്ചവർക്ക്, അവഗണിച്ചവർക്ക്, വർഗീയവൽക്കരിച്ചവർക്കുള്ള ശക്തവും വ്യക്തവുമായ മുന്നറിയിപ്പാണ് കഴിഞ്ഞ 5 വർഷമായി കേരളം ഭരിക്കുന്ന CPM പാർട്ടിയുടെ പ്രസ്താവനയിലൂടെ വ്യക്തമാകുന്നത്. കേരളത്തിലെ യുവജനങ്ങളെ തീവ്രവാദ ചിന്തയിലേക്ക് ആകർഷിക്കുവാൻ ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് CPM വ്യക്തമാക്കുന്നത്. ഷെക്കൈന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. ഇത് തന്നെയല്ലേ പാലാ രൂപതാധ്യക്ഷൻ പറഞ്ഞത്? ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു പൂഞ്ഞാർ മുൻ MLA ശ്രീ PC ജോർജ്, കാസയുടെ പ്രസിഡന്റ് ശ്രീ കെവിൻ പീറ്റർ, സാമൂഹ്യ നിരീക്ഷകൻ ശ്രീ രാഹുൽ ഈശ്വർ. 3 പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ശ്രീ PC ജോർജ്, നമുക്കറിയാം സെപ്റ്റംബർ 8-ാം തീയതി പാലാ രൂപതാധ്യക്ഷന്റെ ലഹരി ഭീകരതയ്ക്കെതിരെയുള്ള ഒരു മുന്നറിയിപ്പ് വരുന്നു. അതിനുശേഷം നടന്ന ചാനൽ ചർച്ചകൾ നമുക്ക് വ്യക്തമാണ്. വ്യക്തമായ അജണ്ടയോടെ പാലാ രൂപതാധ്യക്ഷനെ കരിവാരി തേക്കുവാനുള്ള ശ്രമങ്ങളാണ് ആ ചാനൽ ചർച്ചയിലൊക്കെ നാം കണ്ടത്. എന്നാൽ ആ ചർച്ചയിൽ പങ്കെടുത്ത താങ്കൾ സഭയെ പ്രതിരോധിച്ചുകൊണ്ട് പിതാവിന്റെ ലക്ഷ്യം എന്തായിരുന്നു, ഏത് സാഹചര്യത്തിലാണ് പിതാവ് ആ ഒരു പ്രസ്താവന നടത്തിയത് എന്നതൊക്കെ വളരെ ശക്തവും വ്യക്തവുമായി അങ്ങ് അവതരിപ്പിച്ചു. ചാനൽ അവതാരകരും എതിരാളികളും ഒക്കെ ഒരു നിഷ്പ്രഭരായി പോകുന്ന കാഴ്ചയാണ് കണ്ടത്. അങ്ങ് പറഞ്ഞ കാര്യങ്ങളെ സ്ഥിരീകരിക്കുന്നതല്ലേ CPMന്റെ ഈ പുറത്തു വന്ന ഈ പ്രസ്താവനയിലെ വാക്കുകൾ? ശ്രീ PC ജോർജ്. ഇത് ഞാനൊന്ന് ഇച്ചിരി വിശദീകരിച്ച് പറയാൻ പോവാം. മറ്റേ രാഹുൽ ഈശ്വറും പിന്നെ നമ്മളെ കെവിൻ പീറ്ററും ഒക്കെ ബാക്കി പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ സർ. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രസംഗം എന്തുകൊണ്ട്, അത് ക്രൈസ്തവ സഭയുടെ കത്തോലിക്ക സഭയുടെ 8 നോമ്പിന്റെ കാര്യം എന്താണെന്നറിയണം. അതായത് ടിപ്പു സുൽത്താന്റെ കാലത്ത് നമ്മുടെ ക്രിസ്ത്യൻ ആളുകളെ കൊലപാതകം മാത്രമല്ല, നമ്മുടെ പെണ്ണുങ്ങളെ പിടിച്ച് അയാളുടെ പട്ടാളക്കാർക്ക് വ്യഭിചരിക്കാൻ കൊടുക്കുകയായിരുന്നു. ആ വ്യഭിചാരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മുടെ സ്ത്രീജനങ്ങൾ ഒരു പള്ളിയിൽ കയറി ഒളിച്ചു. അവർ 8 ദിവസം പട്ടിണി ഇരുന്നുകൊണ്ട് ആ പള്ളിയിൽ അടച്ചു ഒളിച്ചിരിക്കുകയായിരുന്നു. 8-ാം ദിവസമാണ് ഈ ടിപ്പുവിൽ നിന്നും നാട് രക്ഷപ്പെട്ടത്. അപ്പൊ അവർ പുറത്തിറങ്ങി വന്നു. ആ ഓർമ്മ നിലനിർത്താനാണ് 8 നോമ്പ് ആരംഭിച്ചത്. അല്ലാതെ 8 നോമ്പ് ഒരു നോമ്പില്ലായിരുന്നു അന്ന്. നേരത്തെ ഇല്ല. 50 നോമ്പ് 25 നോമ്പേ ഉള്ളൂ, അല്ല 3 നോമ്പൊക്കെ നമുക്കറിയാം. 8 നോമ്പ് ആരംഭിച്ച അങ്ങനെയാണ്. അത് അന്ന് കന്യകാമറിയത്തിന്റെ ജന്മദിനമാണ്. അത്ഭുതം ആലോചിക്കണം. നമ്മുടെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജന്മദിനമാണ് 8-ാം തീയതി. അന്നാണ് മോചനം കിട്ടിയത്. മനസ്സിലായോ? ആ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഭിമന്യ പിതാവ്, കല്ലറങ്ങാട്ട് പിതാവ്, ലോകത്തിൽ ഏറ്റവും അധികം ഇടവക വിശ്വാസികളുള്ള കൊറങ്ങാട് പള്ളിയിൽ ആ കുർബാനയ്ക്കിടയിൽ നടത്തിയ പ്രസംഗത്തിൽ അൾത്താരയിൽ നിന്നുകൊണ്ട് തന്റെ ജനത്തോട്, താൻ ആത്മീയ ഗുരുവായിട്ടുള്ള ജനങ്ങളോട്, ആടുകളോട്, കുഞ്ഞാടുകളോട് അദ്ദേഹം പറഞ്ഞു, സൂക്ഷിക്കണം. ഇവിടെ നമ്മുടെ കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോകാൻ, അല്ലെ കുട്ടികളെ നശിപ്പിക്കാൻ ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും കൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ എന്നുള്ള, പെൺകുട്ടികളെ എന്നല്ല, കുഞ്ഞുങ്ങളെ, ആൺകുട്ടികളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് അത് അങ്ങനെ പറഞ്ഞത്. സൂക്ഷിക്കണം. ഇനി എവരാണ് ഇത്ര വിഷമം അതിനകത്ത്? എനിക്ക് മനസ്സിലായില്ല. പിതാവിന്റെ വിശ്വാസികളായ ജനങ്ങളോട് പള്ളിക്കകത്തിരുന്ന് പറഞ്ഞതിന് ഇവനൊക്കെ എന്നെ സൂക്കേട്? എനിക്ക് മനസ്സിലായില്ല. അതെനിക്ക് അരിശം വന്നത്. ഞാനിപ്പോ എന്റെ വീട്ടിലിരിക്കുക. ഞാൻ ഇവിടെ നിന്ന് എന്റെ ഭാര്യയോടും മക്കളെ വിളിച്ച് പറയടാ, മാനെ, അപ്പുറത്തെ വീട്ടിലെ അവൻ കള്ളുകുടി അലമ്പും ആണ്, അവനുമായിട്ട് വലിയ കമ്പനി വേണ്ട എന്ന് ഞാൻ പറഞ്ഞാൽ, പിറ്റേ ദിവസം രാവിലെ അവൻ കയറി വന്ന് ഞാൻ കള്ളുകുടി ചോദിച്ചു വഴക്കുണ്ടാക്കാൻ വന്ന അർത്ഥം വല്ലതും ഉണ്ടോ? അവന് ചൗക്കരിക്ക് അടി വെച്ച് കൊടുക്കണ്ടേ? അത് തന്നെ ഇവിടെ. അവയെന്ന് പിതാവ് പറഞ്ഞു. എല്ലാം കൂടെ അങ്ങ് ചാടിയില്ല. എന്നെ ഒരു ചാട്ടമാ. ഞാൻ രാവിലെ മുതൽ അത് കണ്ടോണ്ടിരിക്കുക. എന്തായാലും ഇവനൊക്കെ പോകുമെന്ന് അറിയണ്ട. അവിടെ ഞാൻ മിണ്ടാതിരുന്നു. അവസാനം അടിച്ച കൊല്ലുകായിരുന്നു ഇവനെയൊക്കെ. വന്നു കഴിയുമ്പോൾ സുഖം തീർന്നു. ഇപ്പൊ പിതാവിന് പിന്തുണ കൊടുക്കാൻ വേണ്ടി എല്ലാ രാഷ്ട്രീയക്കാരും മത്സരിക്കുക. ഞാൻ മാറി വെച്ചു. പിതാവിന് മറ്റുള്ളവർ ഇനി എന്റെ ശല്യം വേണ്ട, ഞാൻ വന്നു എടുത്ത് മനപ്രയാസം ആർക്കും വേണ്ട. എല്ലാ പാർട്ടി ഇതിലൊക്കെ എന്താ, എല്ലാ കാര്യവും വിശദമായി ചർച്ച ചെയ്യുന്ന പാർട്ടി കോൺഗ്രസ് CPMന്റെ വരിക. CPMന്റെ പാർട്ടി കോൺഗ്രസിന് മുമ്പ് ഒരു വലിയ കാര്യമുണ്ട്. പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാ. അങ്ങനെ എന്താ പറഞ്ഞേ? പിതാവിനെ കേസ് എടുക്കണം എന്നാ പറഞ്ഞേ. ഇവിടെ സൗകര്യമില്ലെന്ന് അദ്ദേഹം പച്ചയ്ക്ക് പറഞ്ഞു.
പിതാവിന്റെ ഒരു കേസ്, കാരണം ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ 25 പിണറായി വിജയന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് വിവരമുള്ളവന്മാര്. അതായത് വിവരമുണ്ട്, നല്ല വിവരമുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട് അദ്ദേഹത്തിന് കൂട്ടത്തില്. അദ്ദേഹം കഥ പറഞ്ഞു കേസ് എടുക്കുന്നില്ല. പിന്നെ വേറൊന്നും അദ്ദേഹം പറഞ്ഞു, അങ്ങോട്ട് പ്രകടനം നടത്തിയ ശരിയായില്ല എന്നും പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, പിതാവ് തന്റെ വിശ്വാസത്തോട് ഇങ്ങനെ പറഞ്ഞാൽ ഉടനെ കയറി കാപ്പു മുട്ടിയും കൊണ്ട് അരമനെ കയറിക്കളയാൻ നീ വിചാരിച്ച സമ്മതിച്ചു കൊടുക്കാൻ പറ്റുമോ? താലിബാനിസ്റ്റുകൾ ഇവരൊക്കെ ഇവിടെ മുസ്ലിം എന്ന് പറയരുത്. മാന്യന്മാരായ മുസ്ലിങ്ങളുള്ള രാജ്യമാണ് ഇന്ത്യ. മാന്യന്മാരായ മുസ്ലിങ്ങളുള്ള സ്ഥലമാണ് കേരളം. ഈപോലെ വൃത്തികെട്ടവന്മാര് താലിബാനിസ്റ്റുകൾ മാത്രമേ ഉള്ളൂ. ഇങ്ങനെ വൃത്തികെട്ടവന്മാർ അവന്മാരെ ഈ പണി ചെയ്ത്. ഏതായാലും CPM പാർട്ടി കോൺഗ്രസ് ചർച്ച ചെയ്യാനുള്ള പാർട്ടി രേഖയിൽ ഈ വിഷയം വന്നിരിക്കുക. എത്രയോ അത്ഭുതകരമാണ്. നമ്മളാരും പറഞ്ഞത് നടക്കില്ലാത്തൊരു കാര്യമാണ്. പാർട്ടിയുടെ കീഴ്ഘടകങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യാൻ പോവാ. ഇത് കറക്റ്റായ കണക്ക് അവർ പറയും. എനിക്കറിയാം കണക്ക്. നമ്മുടെ ആൺപിള്ളേരെ എത്രണ്ണത്തിനെ കൊണ്ടുപോയിട്ടുണ്ട്, നമ്മുടെ പെൺപിള്ളേരെ എത്രണ്ണത്തിനെ കൊണ്ടുപോയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു തരാൻ വേണമെങ്കിൽ എനിക്കറിയാം. ആയത്തൊക്കെ വായിച്ചു ഞാൻ തരാം. അതിനകത്തോണ്ട് ഇതൊക്കെ അത് ഞാൻ സമ്മതിക്കുക. അതായത് അതിന്റെ വിശദാംശത്തേക്ക് കടക്കുന്ന ഒരു സമുദായത്തെ മോശമാക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല. അവിടെ അതിലേക്ക് കടക്കുന്നില്ല. ഏതായാലും ഇത് നിർത്തിയേ പറ്റൂ. ഒരു ചെറിയ കാര്യം കൂടെ ജോർജ് പറയുക. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ചെയ്ത് ഏതെന്നറിയോ? ഇസ്രായേലിൽ വെച്ച് പലസ്തീൻ ഗറില്ലകളുടെ നമ്മുടെ ഈ മിസൈൽ ആക്രമണത്തിൽ നമ്മുടെ ഇടുക്കി ജില്ലയിലെ കീരിത്തോട് സ്വദേശിനി മരിച്ചു. അവര് മാറാൻ കഴിഞ്ഞ് അന്നേരം വന്നു വീണ് അവർ മരിച്ചു പോവും. ഒരു നേഴ്സ് ജോലി പെൺകുട്ടിയെ പറ്റുക. ഞാൻ ആ മരിച്ചടക്കിൽ പങ്കെടുത്തു. ആ രസം എന്താണെന്നറിയാം, ആ പെൺകുട്ടിയുടെ മൃതദേഹം കൊണ്ടുവന്നപ്പം ഡൽഹി മുതൽ ആ മൃതദേഹത്തോടൊപ്പം സഞ്ചരിച്ച ഇസ്രായേൽ അംബാസഡർ അറ്റാച്ച് എന്ന് പറ്റാ പറയുന്നത്, അംബാസഡർ അല്ല, അംബാസഡർ, നമ്മുടെയൊക്കെ അംബാസഡർ തുല്യമായ ആള് അവിടെ മുതൽ കീരിത്തോട് ഒരു ഡെഡ് ബോഡിയെ അനുമതിച്ചു. എന്ന് മാത്രമല്ല, ആ കുട്ടിയുടെ അടക്ക് കഴിഞ്ഞ് കയറി പരിക്കകത്ത് കയറി അവരെ ആശ്വസിപ്പിച്ച് അവർക്ക് സമാധാനം, അവരെ എത്ര ആനുകൂല്യം കൊടുക്കണം എന്ന് കൊടുക്കണം, അല്ലെങ്കിൽ ഞാൻ ഇടപെടുന്നില്ല എന്ന് മാത്രമല്ല എന്നോടും വന്ന് സംസാരിച്ചു. ഞാൻ അന്ന് MLA അതുകൊണ്ട് തീർന്നില്ല. അദ്ദേഹം അവിടെ അനുശോചന മീറ്റിംഗ് ഉണ്ട്. ആ മീറ്റിംഗിലും പങ്കെടുത്തിട്ടാണ് ഇസ്രായേലിന്റെ ആ അറ്റാഷെ അല്ലെങ്കിൽ അംബാസിഡർ തിരികെ പോയത്. ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഇന്ത്യയിലെ എന്ത് പോട്ടെ, മുഖ്യമന്ത്രി പോസ്റ്റ് ചെയ്തു, ഇസ്രായേലിൽ വെച്ച് ഭീകരന്മാരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഈ കുട്ടിയെ അനുഭവം രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടു. 1/2 മണിക്കൂറുകൊണ്ട് അത് പിൻവലിച്ചു. ഈ താലിബാനിസ് എത്ര ശക്തി മനസ്സിലായോ? ആ പോസ്റ്റിനോട് ഇവന്മാർ ചീത്തയാ മുഖ്യമന്ത്രിയെ. ആര്? ഈ SDP ഉൾപ്പെടെ താലിബാനിസ്റ്റുകളുണ്ട്. ഇവന്മാർക്ക് ഇതുണ്ട്, ഈ സൈബർ സെല്ല്. ആ സൈബർ സെൽ വളരെ മോശമായി മുഖ്യമന്ത്രി സംസാരിച്ചു. മുഖ്യമന്ത്രിയുടെ പോസ്റ്റ് ഇട്ടു, അദ്ദേഹം പിൻവലിക്കേണ്ടി വന്നു. ഉമ്മൻചാണ്ടി 1 മണിക്കൂർ പിടിച്ചു നിന്നു പിൻവലിക്കാതെ. ഉമ്മൻചാണ്ടി ഇത് തന്നെ ഇട്ടു പോയി. അങ്ങനെ മുഖ്യമന്ത്രിയെയും മുൻ മുഖ്യമന്ത്രിയെയും പേടിപ്പിക്കാൻ മാത്രം നിലയിലേക്ക് ഇവന്മാര് വളർന്നോ? അതാ എന്റെ ക്വസ്റ്റ്യൻ. നിലക്കെടുത്തണ്ടേ ഇവനെയൊക്കെ? എനിക്കങ്ങനെ പേടിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് പറയുക. ഇവിടെ ജീവിക്കണ്ടേ മനുഷ്യന്? ഇവിടെ ഭാരതം എന്ന് പറയുന്നത് ഭാരത സംസ്കാരമുള്ള രാജ്യമായത്. ആ ഭാരതത്തിന്റെ മക്കളാണ് നമ്മൾ. ഹൈന്ദവ സംസ്കാരത്തിന്റെ പ്രാധാന്യം നമ്മൾ അറിയണം. ആ ഹൈന്ദവ സംസ്കാരത്തോട് ബഹുമാനം നമുക്ക് വേണം. നമ്മൾ ഭാരതീയരാണെന്നുള്ള അഭിമാനം കൂടെ. ഞാൻ ഒളിച്ചു വെക്കുന്നില്ല. ഞാൻ പ്ലാത്തോടതി ചാക്കോച്ചന്റെ മകനായതുകൊണ്ട് ക്രിസ്ത്യാനിയായി. ശ്രീനാഥൻ നായരുടെ മകനായിരുന്നു ഞാൻ വല്ല പുരുഷോത്തമൻ നായരും ആയിരുന്നേന്. മനസ്സിലായല്ലോ? ഇത്രയുള്ള മതം സംബന്ധിച്ച് ഇവന്മാരുടെ അങ്ങനെയല്ല. ഇവന്മാർ തീവ്രവാദം ഉള്ളൂ, അതിനപ്പുറത്ത് പരിപാടിയൊന്നുമില്ല. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ എല്ലായിടത്തും ഹലാൽ ചിക്കൻ. എന്നാ ഹലാൽ ചിക്കന്? നമ്മൾ മര്യാദക്കാരെ ഉണ്ടല്ലേ? അതിന് നേരെ ഓപ്പോസിറ്റ് ഹലാൽ പോർക്ക് വെച്ചാൽ എന്നാ ചെയ്യും? അതിന് അവകാശമില്ലേ? നമ്മളൊരു മര്യാദക്കാരുണ്ട്, ഇതൊന്നും ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് കയറി കളിക്കരുത്, മര്യാദയ്ക്ക് പോകണം. CPM പാർട്ടി കോൺഗ്രസ് അതിന് വലിയ ഗുണമുണ്ട്. കേരളത്തിലെ ജനങ്ങളുടെ പിന്തുണയോടുകൂടി ഞാൻ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എപ്പോഴും എതിർക്കുന്നയാളാണ്, പിണറായി. പക്ഷെ ഈ കാര്യത്തിൽ അവർ കാണിച്ച മാന്യതയെ ആദരവോട് കാണുന്നു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒറ്റ വാക്കുകൂടി, എല്ലാരും മെത്രാനെതിരെ പിതാവിനെ ക്രൂശിക്കാൻ നിന്നപ്പോ ഒറ്റയ്ക്ക് ഇറങ്ങിയായി യുദ്ധം ചെയ്ത ഇപ്പോ എല്ലാരും ഓടി കിടന്ന് പിതാവിനെ അഭിനന്ദിക്കുക. KPC പ്രസിഡന്റ് ഉൾപ്പെടെ എല്ലാരും വളരെ നന്നായി. BJPയെ കുറ്റം പറയാം. BJP പിന്തുണ കൊടുത്തു. BJP അല്ല, ഹിന്ദു സംഘടനകൾ മുഴുവൻ പിന്തുണ കൊടുത്തു. വളരെ അഭിമാനത്തോടെ അതും ഞാൻ കാണുന്നു എന്ന കാര്യം കൂടി അറിയിക്കുന്നു. നന്ദി. വളരെ വ്യക്തവും ശക്തവുമായ ഭാഷയിലാണ് ശ്രീ PC ജോർജ് തീവ്രവാദത്തിനെതിരെ ആഞ്ഞടിച്ചത്. ശ്രീ കെവിൻ പീറ്റർ,
ഈ കാസ സംഘടന വിവിധ ക്രൈസ്തവ വിഭാഗങ്ങളിലെ യുവാക്കളുടെ കൂട്ടായ്മയാണ് എന്നാണ് കാസ സംഘടന അവകാശപ്പെടുന്നത്. ഇന്ന് ചർച്ച ചെയ്യുന്ന ഈ CPM-ൻ്റെ ഈ ഒരു പ്രസ്താവനയിൽ എടുത്തു പറയുന്ന ഒരു ആശങ്കാജനകമായ ഒരു കാര്യം, പ്രൊഫഷണൽ കോളേജുകൾ കേന്ദ്രീകരിച്ച് യുവതികൾ തീവ്രവാദ ചിന്തയിലേക്ക് ആകർഷിക്കപ്പെടുന്നു. കാസയുടെ പ്രവർത്തനം നമുക്കറിയാം. ഈ ലവ് ജിഹാദിനെതിരെയൊക്കെ ശക്തമായി പോരാട്ടം നടത്തുന്ന ഒരു സംഘടനയാണ് കാസ. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ, കാസയുടെ പ്രവർത്തനങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എത്രമാത്രം ഒരു അടിസ്ഥാനമുണ്ട്, തെളിവുണ്ട് ശ്രീ കെവിൻ പീറ്റർ? ശരിക്കും ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഒരു ദിവസം തന്നെയാണ്. കാരണം നമ്മുടെ ഭരണകക്ഷിയിലെ പ്രധാനപ്പെട്ട പാർട്ടി ഈ വിഷയം ചർച്ചയ്ക്ക് എടുത്തിരിക്കുന്നു എന്നത് തന്നെയാണ്. ആ പാർട്ടി ചർച്ചയ്ക്ക് എടുത്തിരിക്കുന്നു എന്നാൽ ഭരണകൂടം ചർച്ചയ്ക്ക് എടുത്തിരിക്കുന്നു എന്ന് പറയുന്നതിന് തുല്യമാണ്. പാലാ പിതാവ് പറഞ്ഞ ആ സത്യം ആദ്യം വൻ വിവാദമാണ് ഉണ്ടായത്. അതിനുശേഷം ആദ്യം അതിന് സപ്പോർട്ടുമായിട്ട് എത്തിയത് നമ്മുടെ PC ജോർജ് സാർ തന്നെയാണ്. തുടർന്ന് അതിന്റെ വിപത്തും അതിന്റെ വ്യാപ്തിയും എല്ലാം മനസ്സിലാക്കിയപ്പോൾ ഓരോരോ വിഭാഗങ്ങളായിട്ട് പിതാവിന്റെ ആ വാക്കുകളെ ശരിവെച്ചുകൊണ്ട് അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് സപ്പോർട്ടുമായിട്ട് വരികയും ഇത് കേരളത്തെ മൊത്തം ബാധിക്കുന്ന ഒരു പ്രശ്നമാണെന്ന് മനസ്സിലാക്കിയും ഇവിടുത്തെ കേരള പൊതുസമൂഹം ചെയ്തിരിക്കുന്നു. അതും മനസ്സിലാക്കിക്കൊണ്ട് വേണ്ട സമയത്ത് ഒരു ഉചിതമായ തീരുമാനമാണ് ഗവൺമെന്റും ഭരിക്കുന്ന പാർട്ടിയും കൈക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ജ്യൂസിൽ മയക്കുമരുന്ന് കലർത്തി, നമ്മൾ ലവ് ജിഹാദ് വിഷയം അവിടെ നിൽക്കട്ടെ, നമ്മൾ നാർക്കോ ജിഹാദിനെ കുറിച്ചാണ് പറയുന്നത്. ഇതൊരു കേവലം ഒരു ജ്യൂസിൽ മയക്കുമരുന്ന് കലർത്തി കൊടുത്ത ഒരു പെണ്ണിന്റെ നഗ്നചിത്രം എടുത്ത് അതിനെ ഭീഷണിപ്പെടുത്തി മതം മാറ്റുന്നത് മാത്രമല്ല, ഇത് കേരള സമൂഹത്തെ, രാജ്യത്തെ, ഈ സംസ്ഥാനത്തെ മൊത്തം ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. കാരണം ഇത് ശരിക്കും ഇപ്പോൾ 2021 കണക്കുകൾ പ്രകാരം താലിബാനാണ് ഏകദേശം 85% ലോകത്ത് മൊത്തം മയക്കുമരുന്ന് ഉൽപ്പാദിപ്പിക്കുന്നത്. 80% താലിബാനാണ്. അപ്പം താലിബാന്റെ കരങ്ങൾ ഇവിടെയുമുണ്ട്. അപ്പോൾ തീർച്ചയായും അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായിരിക്കുന്ന നേതൃത്വ മാറ്റത്തെ തുടർന്ന് ഇവിടെ ഈ കൊച്ചു കേരളത്തിൽ മയക്കുമരുന്നുകളുടെ കുത്തൊഴുക്കുണ്ടാവും. അത് നമ്മുടെ പെൺകുട്ടികളെ മാത്രമല്ല, നമ്മുടെ യുവാക്കളെയും തകർക്കുകയാണ്. അവരെ മതം മാറ്റുക മാത്രമല്ല, അവരെ സമൂഹത്തിനും കുടുംബത്തിനും സമുദായത്തിനും രാജ്യത്തിനും ഒന്നും പ്രയോജനമില്ലാത്ത ആൾക്കാരാക്കി മാറ്റുകയാണ്. അതിലൂടെ ഒരു വഴിക്കൂടെ പണം സമ്പാദിക്കുന്നു, മറ്റു വഴിയിലൂടെ അമുസ്ലിങ്ങളെ തലമുറകളെ യുവതലമുറയെ ഇല്ലാതാക്കിക്കൊണ്ട് അവർ ലക്ഷ്യം നേടുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ഇതിനകത്ത്. ശരിക്കും ഇപ്പൊ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് പോലീസിന്റെ ചെക്കിംഗ് ഉണ്ട്. നമുക്കറിയാം, ഊതിച്ചു നോക്കുക, അല്ലെങ്കിൽ പോലീസ് ചെക്കിങ്ങിൽ പിടിച്ചാൽ വായമണത്ത് നോക്കുക. ഇപ്പോഴത്തെ കൊറോണയുടെ വിഷയമായതുകൊണ്ട് ആ മെഷീനിലൂടെ ഊതിക്കുന്നില്ല എന്നേ ഉള്ളൂ. അതേസമയം ഒരു വ്യക്തിയെ കണ്ടാൽ അറിയാൻ പറ്റും, ഒന്നെങ്കിൽ സ്മെല്ലുണ്ടാവും, ആള് കൊഴയും. പക്ഷെ ഇത്തരം മയക്കുമരുന്നുകൾ കഴിച്ചാൽ അതിൽ സ്മെല്ല് ഉണ്ടാവുന്നില്ല. അമിതമായി കഴിച്ചാൽ മാത്രമേ ആളുടെ കാല് നിലത്തുറയ്ക്കാതെ വരുന്നുള്ളൂ. അപ്പോൾ ഇതിന്റെ ഉപയോഗിച്ചിരിക്കുന്നവരാരാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഈ പോലീസിന്റെ ചെക്കിങ്ങിൽ നിന്നും വീട്ടുകാരുടെ ചെക്കിങ്ങിൽ നിന്നും ഒക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മദ്യത്തെ അപേക്ഷിച്ച് ഇതിനെയാണ് നമ്മുടെ യുവത്വം ഇപ്പോൾ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ കേരള ഒരു 90% ആൺകുട്ടികൾ ഇതിനെ ആശ്രയിക്കുന്നു എന്നുള്ളതാണ്. രണ്ട് കാരണങ്ങളാണ്. വീട്ടിൽ ബന്ധുക്കളോ മാതാപിതാക്കളോ അറിയുന്നില്ല, വഴിയെ പോകുന്ന വഴി ഒരു പോലീസ് ചെക്കിംഗ് ഉണ്ടായി പിടിക്കപ്പെടുന്നില്ല. അതൊക്കെ ഈ ഇത്തരം മയക്കുമരുന്നുകളുടെ ഒരു ഗുണമാണ്, അവരെ സംബന്ധിച്ചുള്ള ഒരു ഗുണകരമാണ്. അപ്പൊ അതിനെ അവർ ഉപയോഗിക്കുന്നു, അത്തരം കാര്യങ്ങൾ. അപ്പം ഈ കേരള പൊതുസമൂഹത്തെ മൊത്തത്തിൽ ബാധിച്ചിരിക്കുന്ന ഒരു വലിയ വിപത്താണ് ഈ നാർക്കോ ജിഹാദ് എന്ന് പറയുന്നത്. ഇത് കാലാഭിഷപ്പ് ആദ്യമായിട്ട് പറഞ്ഞൊന്നുമല്ല. ഇത് 2005 അൽ ജസീറയാണ് അമേരിക്കയിൽ നടന്ന മുഹമ്മദ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്തതിലൂടെ, അയാളെ FBI ചോദ്യം ചെയ്തതിലൂടെ പുറത്തു വന്ന വിവരങ്ങളാണ് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തത്. കാര്യം അമേരിക്കയിലെ യുവത്വത്തെ മയക്കുമരുന്നിന് അടിമകളാക്കിക്കൊണ്ട് അവരുടെ ആ ഒരു കഴിവിനെ ഇല്ലാണ്ടാക്കുകയും ഒപ്പം അതിലൂടെ പണം സമ്പാദിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്, നാർക്കോ ട്രേഡിംഗ് ചെയ്യുന്നത്. ഇതിന്റെ പ്രധാനമായിട്ടും ഹിസ്ബുള്ളയായിരുന്നു അതിന്റെ പുറകിലുണ്ടായിരുന്നത്. ഹിസ്ബുള്ളയെ കുറിച്ച് വാർത്ത കൊടുത്തത് ഒരു മലയാള പത്രമോ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു പത്രമോ അല്ലെങ്കിൽ ഒരു പത്രമോ ഒന്നുമല്ല, അൽ അറേബ്യ എന്ന് പറയുന്ന വാർത്താ ചാനലാണ് അവരെ കുറിച്ച് ആദ്യം റിപ്പോർട്ട് ചെയ്തത്. അപ്പൊ പാലാ പിതാവ് പറഞ്ഞത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. നമുക്കറിയാം, പഞ്ചാബില് 2016 റംസാൻ എന്ന് പറയുന്ന പാക് പൗരനെ അറസ്റ്റ് ചെയ്യുന്നത്. അവനിലൂടെ വെളിപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അവനെ നിയോഗിച്ചിരിക്കുന്നത് ഇവിടുത്തെ യുവാക്കളെ പരമാവധി യുവതി യുവാക്കളെ പരമാവധി മയക്കുമരുന്നിന് അടിമകളാക്കി മാറ്റുക. അപ്പൊ പിന്നെ ഈ രാജ്യത്തെ തകർക്കാൻ വളരെ എളുപ്പമാണ്. കാര്യം ഒരു പുതുതലമുറയിൽ നിന്ന് അതിന്റെ ഒരു ഭൂരിഭാഗം മയക്കുമരുന്നിന് അടിമകളായി മാറിക്കഴിഞ്ഞാൽ
രാഷ്ട്രീയ രംഗത്തേക്ക് വരുന്നില്ല, അല്ലാതുള്ള പ്രൊഫഷണലുകൾ ഉണ്ടാവുന്നില്ല. രാജ്യത്തിന് നാളെ മുതൽക്കൂട്ടാവേണ്ട ഒരു ആളുകളും ഉയർന്നു വരുന്നില്ല. അതിന്റെ പകുതിയിലേറെയും മയക്കുമരുന്നിന് അടിമകളായി കഴിഞ്ഞാൽ ആ രാജ്യത്തെ തകർക്കുക എന്നുള്ളത് വളരെ എളുപ്പമാണ്. അപ്പം ഇത് പാലാപിതാവല്ല ഇത് ആദ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇത് മറ്റൊരു കാര്യം, ഇപ്പൊ ഈ വിഷയം ഉയർത്തിക്കൊണ്ടുപോകുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന മാതൃഭൂമി ഇതിൽ 2016 സെപ്റ്റംബറിൽ മാതൃഭൂമി ഈ വാർത്തയെ ഉദ്ധരിച്ചുകൊണ്ട് അതായത് ഇന്ത്യയിൽ നിന്നും സിറിയ വഴി ഇറ്റലിയിലേക്ക് ഒരു ലോഡ്, ഒരു കണ്ടെയ്നർ നിറയാണ് ഈ ക്യാപ്റ്റഗൺ എന്ന് പറയുന്ന സാധനം എത്തിയത്. ഈ ക്യാപ്റ്റഗൺ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അതിനെ ജിഹാദി പില്ലെന്നാണ് പറയുന്നത്. ഇതൊരു ക്രിസ്ത്യൻ രാജ്യങ്ങളോ അല്ലെ ഹൈന്ദവ സംഘടനകളോ ഒന്നുമല്ല പറഞ്ഞത്. ഇത് അവര് തന്നെ അൽ ജസീറയും സൗദി അൽ അറേബ്യയും പോലുള്ളവർ തന്നെ വിശേഷിപ്പിക്കുന്നതാണ് ക്യാപ്റ്റഗണിനെ ജിഹാദി പില്ലെന്ന്. ഈ 2021 മലേഷ്യയിൽ 2021 ഏപ്രിൽ 8 മലേഷ്യയിൽ 1 ടണ്ണോളം ഈ സാധനം പിടികൂടുകൊണ്ടായി. അപ്പോൾ ആ വന്ന വാർത്തയിലും അവരുപയോഗിച്ചിരിക്കുന്ന വാക്ക് ഇത് ജിഹാദി പില്ലാണിത്. അതായത് ജിഹാദിന് പോകുമ്പോൾ ഒരു നോർമൽ മനുഷ്യന് ഒരു കഴുത്തറക്കുന്നതിന് നമ്മൾ കണ്ടിട്ടില്ലേ, IS ഒക്കെ കഴുത്തിങ്ങനെ കോഴി അറുക്കുന്ന പോലെയാണ് അറുക്കുന്നത്. അപ്പോൾ അവർക്ക് നോർമൽ മൈൻഡിൽ ഒരിക്കലും ഒരു മനുഷ്യന് സാധ്യമാകില്ല. അപ്പൊ അതിനെ ഇവര് വേണ്ടി രൂപത്തിലുള്ള സാധനമാണ് ഈ പിൽസ് ആണ് കൊടുക്കുന്നത്. അപ്പൊ ഇത് കഴിക്കുന്നതോടുകൂടി ഇവരുടെ ഇത് മൈൻഡ് അത്ര ക്രൂരമായി എന്തും ചെയ്യാനുള്ളൊരു മനസ്സിലേക്ക് അവർ മാറുകയാണ്. അപ്പോൾ ഇതൊക്കെ അതിനെ ബേസ് ചെയ്ത് അന്ന് ലേഖന പരമ്പര ഇതിൽ എഴുതിയതാണ് മാതൃഭൂമി ദിനപത്രം. ആ മാതൃഭൂമി ദിനപത്രമാണ് ഇന്ന് ചോദിക്കുന്നത് നാർക്കോ ജിഹാദോ അതെന്താണ്, അതിവിടെ ഉണ്ടോ, അതില്ല എന്ന് വരുത്തി തീർക്കാൻ അവർ കിണഞ്ഞു പരിശ്രമിക്കുന്നു. ഇതാണ് നമ്മുടെ നാടിന്റെ അവസ്ഥ. ഇവരെയൊക്കെ ആരാണ് പുറകിൽ നിന്ന് നിയന്ത്രിക്കുന്നത് ഇതിലൂടെ നമുക്ക് വളരെ വ്യക്തമാണ്. അപ്പോൾ ഇതിനകത്ത് ഉയർന്നു വരുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിൽ ഇപ്പോൾ പാലാപിതാവ് ഈ വിഷയം ഉയർത്തിവിട്ടു. അതിനെ സമസ്ത മേഖലകളിലെയും ആൾക്കാർ ഇപ്പോൾ അത് ശരിയാണ്, അത് സമൂഹത്തിന് ആപത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നു. ഇപ്പോൾ ഗവൺമെന്റ് തന്നെ ശരിവെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിനെ നയിക്കുന്ന സംഘടന തന്നെ അത് ഒരു പഠന റിപ്പോർട്ടായിട്ട് എടുത്ത് അതിൽ ചർച്ച വെക്കാൻ പോകുമ്പോൾ അതിനർത്ഥം ഗവൺമെന്റ് അത് ഗൗരവമായി എടുത്തു എന്നുള്ളത് തന്നെയാണ്. അത് തികച്ചും ഈ അവസരത്തിൽ അത് അഭിനന്ദനാർഹമാണ്. അപ്പൊ അത് എടുത്തിരിക്കുമ്പോഴും ഇപ്പോഴും മുസ്ലിം സമുദായത്തിന്റെ ഭാഗത്തുനിന്ന് ഒരാള് പോലും ഇത് ശരിയല്ല, നമ്മളുടെ കുട്ടികളെ കുറിച്ച് പരിശോധിക്കേണ്ടതുണ്ട്, നമ്മുടെ സമുദായത്തിൽ അത്തരം സംഭവങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് നമ്മൾ പഠിക്കണം, ഉണ്ടെങ്കിൽ അതിനെ തിരുത്തണമെന്ന് ഇത്രയധികം മുസ്ലിം സംഘടനകൾ ഉണ്ടായിട്ട് ഒരാൾ പോലും അതിനെക്കുറിച്ച് പറയുന്നില്ല. അപ്പോൾ ഇവർക്ക് ഉത്തമ ബോധ്യം ഉണ്ടാകണം, തങ്ങളുടെ കുട്ടികൾ ഇത് കഴിക്കുന്നില്ല എന്ന് ഇവർക്ക് ഉത്തമ ബോധ്യം ഉണ്ടാകണം. ഉണ്ടായെങ്കിൽ ഉണ്ടായിരിക്കുമല്ലോ ഇവരുടെ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഇത് കഴിക്കുന്നില്ല, ഇതിലേക്ക് പോകുന്നില്ല എന്ന് ഇവർക്ക് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണോ ഇവർ ഇത്രയും ഇതായിട്ട് മിണ്ടാതിരിക്കുന്നത്? അല്ലെങ്കിൽ ഒരു സാധാരണ മനുഷ്യൻ ഈ കേരളത്തിലെ യുവാക്കൾ ഇതിന് അടിമകളായി മാറുമെന്ന് പറയുമ്പോൾ ഉത്തരവാദപ്പെട്ട ഒരു സമുദായം ചെയ്യേണ്ടത് അത് തങ്ങളുടെ കുട്ടികൾ അതിൽ പെടുന്നുണ്ടോ എന്ന് ഞങ്ങൾ പരിശോധിക്കും, ഉണ്ടെങ്കിൽ ഞങ്ങൾ അതിനെ തിരുത്തും, അങ്ങനെയുള്ളവരെ ഞങ്ങൾ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നാണ് ഒരു ഉത്തരവാദിത്തപ്പെട്ട മത നേതാക്കളും സാമുദായിക സംഘടനാ നേതാക്കളും പറയേണ്ടത്. അതിനു പകരം അവർ പാലാപിതാവിനെ അവിടെ ഇവിടെ നടന്ന് കേസ് കൊടുക്കാൻ നടക്കുകയാണ്. ശരിക്കും ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് തങ്ങളുടെ കുട്ടികളെ അവർ എതിർക്കുന്നില്ല എന്ന് കഴിയുമ്പോൾ ഇവർ മനഃപൂർവ്വം ആ കുട്ടികളെ കൊണ്ട് സാധനങ്ങൾ ഇത്തരം മയക്കുമരുന്നുകൾ വിൽപ്പന നടത്തിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അത് ജിഹാദാണ്. അന്യമതത്തിൽ ഇവരുടെ കുട്ടികൾ കഴിക്കുന്നില്ല, അന്യ ഹിന്ദു ക്രൈസ്തവ കുട്ടികളെ കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ കുട്ടികൾ ഇതിന്റെ വിൽപ്പന നടത്തുന്നു എന്ന് പറയുമ്പോൾ കരുതിക്കൂട്ടി ഒരു ഭൂരിപക്ഷ സമുദായത്തിലെയും മറ്റൊരു പ്രബല ന്യൂനപക്ഷ സമുദായത്തിലെയും കുട്ടികളെ ഇതിന്റെ അടിമകളാക്കി മാറ്റാൻ വേണ്ടി കരുതിക്കൂട്ടി ചെയ്യുന്ന ഒരു പ്രവർത്തനമായി മാറുന്നു. ഇത് ജിഹാദ് അല്ലാതെ മറ്റെന്താണ്? അല്ലാതെ ഏതെങ്കിലും ഒരു സംഘടന അല്ലെങ്കിൽ ഒരു സാമുദായിക നേതാവ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതപണ്ഡിതൻ ഇതുവരെ ഇതിനെക്കുറിച്ച് എതിർത്ത് പറഞ്ഞിട്ടുണ്ടോ? പറയുന്നില്ല. അപ്പോൾ ഇത് അന്വേഷണം ഉണ്ടാവണം. ഇതിന്റെ പേരിൽ ശരിക്കും നല്ല അന്വേഷണം നടക്കണം. കാര്യം നമ്മൾക്ക് കാണാം MDMA നല്ല വില കൂടിയ ഒരു മയക്കുമരുന്നാണ്. അതും നല്ല വിലയുള്ളൊരു മയക്കുമരുന്നാണ്. അതൊക്കെ 25 ലക്ഷത്തിന്റെ 10 ലക്ഷത്തിന്റെ ലക്ഷങ്ങളുടെ കണക്കാണ്, ആയിരങ്ങളുടെ കണക്കില്ല, ലക്ഷങ്ങളുടെ കണക്കാണ്. ഈ ലക്ഷങ്ങളുടെ കണക്കുമായി പിടിക്കപ്പെടുന്ന ആൾക്കാരുടെ അവസ്ഥ ആ ചിത്രം കണ്ടാൽ ആ ഒരു വ്യക്തിയുടെ നിലവാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇത്ര ലക്ഷം രൂപ അപ്പോൾ ശരിക്കും ഇപ്പം സാധാരണ ഡീലേഴ്സ് ചെയ്യുന്നത് പോലെ വിറ്റതിന് ശേഷം കാശ് തന്നാൽ മതി എന്ന് പറയുന്ന പോലെ ഇവനെ സാധനം ഏൽപ്പിക്കുന്നതാണോ? ആഴ്ചയിൽ വന്ന് സ്റ്റോക്കിന്റെ കണക്കെടുത്തതിന് ശേഷം വിറ്റതിന്റെ മാത്രം പൈസ വാങ്ങിക്കൊണ്ടുപോവാണോ? അപ്പോൾ ഈ പണം ഈ യുവാക്കൾക്ക് എവിടെ നിന്ന് വരുന്നു? ആരാണ് ഈ യുവാക്കൾക്ക് ഈ സാധനം എത്തിച്ചു കൊടുക്കുന്നത്? ഇതിന്റെ ഈ പണം എവിടുന്ന് വരുന്നു?
ഇവർക്ക് കൊടുത്തത് ആരാണ്? ഇതൊക്കെ ഇവിടെ അന്വേഷണങ്ങൾ ഉണ്ടാവണം. അതിന് മുസ്ലിം സമുദായമാണ് ആദ്യം സഹകരിക്കേണ്ടത്. ഇത് ഒരു സമുദായത്തെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിപൂർണമായ ഉറപ്പുണ്ടാവണം തങ്ങളുടെ സമുദായത്തിലെ കുട്ടികൾ ഇത് കഴിക്കുന്നില്ല, ഇവർ ഇതിന് അടിമകളല്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടായിരിക്കണം ഇവർ അതിനെ എതിർക്കാത്തത്. അല്ല എങ്കിൽ ഇവർ എതിർത്തേ പറ്റൂ. ഇവർ പൊതുസമൂഹത്തിനോടൊപ്പം നിൽക്കണം. ക്രിസ്ത്യൻ സമുദായത്തിനോടും ഹിന്ദു സമുദായത്തിനും ഭരണകൂടത്തിനോടും പോലീസിനോടും ഒപ്പം നിങ്ങൾ നിൽക്കണം. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ വൈറ്റ് വാഷ് ചെയ്യാനായിട്ട് 100 കഥകളോ അല്ലാതെ കേസുകളോ ഇതൊന്നും കൊണ്ട് ഇതിനെ ഒന്നും ഒതുക്കാൻ സാധിക്കില്ല. ഇതൊരു പൊതുവിപത്താണ്. അപ്പോൾ ശരിക്കും ഞങ്ങൾ ഇതിനെക്കുറിച്ച് ശരിക്കും വളരെ നാളുകളായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഇത് ഇവിടെ ഉണ്ട്. ശരിക്കും ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലെ ഭരണമാറ്റത്തോടു കൂടി ഇത് ശരിക്കും ഇനി ഇവിടെ കൂടാനേ സാധ്യതയുള്ളൂ. കാര്യം ഇപ്പോൾ ലക്ഷദ്വീപിൽ നിന്നൊക്കെ വന്ന 1 or 2 കൺസൈൻമെന്റ് മാത്രമാണ് പിടിച്ചത്, ചരക്കുകൾ മാത്രമാണ് പിടിച്ചത്. അതൊക്കെ ബേപ്പൂരോ കൊച്ചിയിലോ വന്ന് കപ്പൽ മാർഗം വന്നതാണോ? അല്ല, ബോട്ടിൽ വരുന്ന വഴി പിടിക്കപ്പെട്ടതാണ്. ഇതുപോലെ എത്രയധികം ബോട്ടുകൾ കേരള തീരത്തിൽ എവിടെയൊക്കെ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. വന്നതിൽ 15 AK-47 തോക്കുകൾ ഉണ്ടായിരുന്നു. ആ 15 ഈ കേരള തീരത്ത് ഇറങ്ങിയിരിക്കുന്നത്. അല്ല, ഇതിനെക്കുറിച്ചൊക്കെ അന്വേഷണം ഉണ്ടാകണം. ഓക്കെ, വ്യക്തമാണ് ശ്രീ KM പീറ്റർ. ഞാൻ തിരിച്ചുവരാം. ശ്രീ രാഹുൽ ഈശ്വർ, ഇന്നലെ ശ്രീ സുരേഷ് ഗോപി MP പാലാ പിതാവിനെ കണ്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതിന് ശേഷം മാധ്യമങ്ങളെ കാണുന്ന സമയത്ത് ഒരു കാര്യം പറഞ്ഞു. ഈ ഭീകരവാദത്തെക്കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു ലഹരി ഭീകരതയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അത് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇരവാദം ഒഴുക്കുന്നത് ഒരു തരത്തിലൊരു സമൂഹത്തിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുകയല്ലേ ശ്രീ രാഹുൽ ഈശ്വർ? 2-3 കാര്യങ്ങൾ. ഒന്ന്, ഇന്നലെ ഞാൻ സൗദി അറേബ്യയുടെ ഔദ്യോഗിക ചാനലായ അൽ അറേബ്യയുടെ ഇംഗ്ലീഷ് കാണുകയായിരുന്നു. വളരെ കൗതുകം എന്ന് പറയട്ടെ, അവർ നാർക്കോ ജിഹാദ് എന്നും ഡ്രഗ് ജിഹാദും എന്ന വാക്ക് അവിടെ ഉപയോഗിക്കുന്നുണ്ട്. അതായത് സൗദി അറേബ്യ എന്ന് പറയുന്ന പരിശുദ്ധ മക്കയും മദീനയുള്ള സ്ഥലത്തെ ഗവൺമെന്റ് ഫണ്ട് ചെയ്യുന്ന ഔദ്യോഗിക ചാനൽ പോലും നാർക്കോ ജിഹാദ് അടക്കമുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതൊരു പ്രശ്നമുണ്ട്. പക്ഷെ ഞാൻ ആ വാക്ക് ഉപയോഗിക്കാറില്ല. കാര്യം നമ്മുടെ സമൂഹത്തിന്റെ പരിസ്ഥിതിയിൽ അതൊരു പക്ഷേ സംഘർഷങ്ങൾ ഉണ്ടാക്കാം. പക്ഷേ ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ട് എന്നുള്ളത് സത്യമല്ലേ? ഗവൺമെന്റിന്റെ കണക്കുകൾ നോക്കൂ, നമ്മുടെ ആരുടെയും നോക്കണ്ട. കേരളത്തിലാണ് പഞ്ചാബ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അറസ്റ്റുകൾ രേഖപ്പെടുത്തിയത്. 6680 ആണെന്നാണ് എന്റെ ഓർമ്മ. ഏകദേശം 7000-ഓളം അറസ്റ്റുകൾ. നമ്മുടെ തൊട്ടടുത്ത തമിഴ്നാട്ടിലും ആന്ധ്രയിലും ഒക്കെ 300-150 കേസുകളാണുള്ളത്. അപ്പൊ നമ്മുടെ കേരളത്തിൽ എന്തോ പ്രശ്നമില്ലേ? ഇത് ആരെങ്കിലും പറയുകയാണെങ്കിൽ അദ്ദേഹത്തെ കൊന്നില്ല നടക്കുന്നതിന് എന്താ അർത്ഥം? പാലാ പിതാവ് അദ്ദേഹത്തിന്റെ ഒരു ആശങ്ക പങ്കുവച്ചു. സമൂഹത്തിൽ ഈ വിഷയം ചർച്ചയായി, ഈ വിഷയം കാര്യമായി ശ്രദ്ധിക്കപ്പെട്ടു. അപ്പൊ അദ്ദേഹത്തെ പോലെ വളരെ മുതിർന്ന സർവാദരണീയനായ ഒരു മനുഷ്യൻ ഒരു നിലപാട് വെക്കുമ്പോൾ അദ്ദേഹത്തെ വളരെ മോശമായ രീതിയിൽ ആക്രമിക്കുന്ന പലരെയും നമുക്ക് സാമൂഹ്യ മാധ്യമങ്ങളിൽ കാണാൻ കഴിയും. അപ്പൊ ഇത് ഈ ഷൂട്ട് ദ മെസ്സഞ്ചർ എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അതിന്റെ ആവശ്യമില്ല. അപ്പൊ അദ്ദേഹം ഒരു നിലപാട് വെച്ചു. ആ നിലപാടിനെ നമുക്ക് വ്യത്യസ്ത രീതിയിൽ പ്രസന്റ് ചെയ്യാം, വാക്കുകൾ ഉപയോഗിക്കാം. എന്നാൽ ആ നിലപാടിന്റെ പിന്നിലുള്ള സത്യത്തെ തുറന്നു കാണിക്കുകയും അതിനെ നമ്മൾ ഒരുമിച്ച് നേരിടുകയും അതിന് മുസ്ലിം സഹോദരങ്ങളുടെയും മുസ്ലിം സമൂഹത്തിലെ ആൾക്കാരുടെയും കൂടി സപ്പോർട്ട് വേണം. ഇന്നലെ PC ജോർജ് സാറിന്റെ ഞാൻ പ്രസ് മീറ്റ് കാണുക, അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നുണ്ട് അതിൽ. അതായത് നമ്മുടെ നാട്ടിൽ താലിബാൻ അനുഭാവികളോ മറ്റോ ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ മുഖ്യധാര പ്രമുഖ നേതാക്കളും മറ്റും അടക്കം, അല്ലെങ്കിൽ ആദരണീയരായ തങ്ങന്മാരടക്കം ഇതിനെ എതിർത്ത് ശക്തമായി മുമ്പോട്ട് വരുമ്പോഴാണ് നമുക്ക് സാമൂഹിക ഐക്യം ഉണ്ടാകുന്നത്. അതുകൊണ്ട് പരസ്പര വിദ്വേഷമോ വിയോജിപ്പോ ഉണ്ടാക്കാതെ ലെറ്റ് us മീറ്റ് ആർഗ്യുമെന്റ് വിത്ത് ആൻ ആർഗ്യുമെന്റ്. വാദത്തെ വാദം കൊണ്ട്, വസ്തുതയെ വസ്തുത കൊണ്ട്, വിചാരത്തെ വിചാരം കൊണ്ട് എതിർക്കുകയോ അനുകൂലിക്കുകയോ ചെയ്ത് മുമ്പോട്ട് പോകാം. കണ്ണടച്ചിരുട്ടാക്കാതെ, ഒന്നും കാർപ്പറ്റിന്റെ അടിയിൽ എടുത്തിടാതെ, വിദ്വേഷം ഉണ്ടാക്കാതെ ഈ വസ്തുത കാര്യം ഒറ്റ വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. ഞാൻ പലപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ്, എന്ത് തത്വവും പറഞ്ഞാലും നിമിഷ ഫാത്തിമയുടെയും സോണിയ സെബാസ്റ്റിന്റെയും അമ്മയ്ക്കും അമ്മച്ചിക്കും വേദന മാറുമോ? നമ്മൾ തത്വം ഭയങ്കരമായിട്ട് പറയുകയാണ്, ഭരണഘടന അങ്ങനെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ തന്നെ സ്ഥിരം പറയാറുള്ളത്, നമ്മളെല്ലാം അടിസ്ഥാനപരമായി മഹാത്മാഗാന്ധിയുടെ തത്വം പറഞ്ഞാൽ നമ്മുടെ നിമിഷ ഫാത്തിമയ്ക്കോ സോണിയ സെബാസ്റ്റിന്റെ അമ്മയ്ക്കോ വേദന മാറുമോ? ആ അമ്മ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. ബിന്ദു എന്ന് പറയുന്ന അമ്മ എത്രയോ കാലമായിട്ട് ഷീസ് റണ്ണിങ് ഫ്രം പില്ലർ ടു പോസ്റ്റ്. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് മോളെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോ ആ അമ്മയ്ക്കുണ്ടായ ഉൾവേദന മനോഹരമായ വാക്കുകൾ കൊണ്ട് നമുക്ക് മറച്ചു വെക്കാൻ കഴിയില്ല. അപ്പൊ ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ട്, അതിനെ നമുക്ക് തടയണം. ഒരു വരി കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക. ഇത് ഇന്നും ഇന്നലെയല്ല, എന്നും ഉണ്ടായിരുന്നു. പലർക്കും പക്ഷെ അറിയുമ്പോൾ ഞെട്ടലുണ്ടാവും. സാക്ഷാൽ മഹാത്മാഗാന്ധിയുടെ മകനായ ഹരിലാലിനെ അന്ന് നിർബന്ധിത മതപരിവർത്തനം വഴി ഹരിലാൽ അബ്ദുള്ള ഗാന്ധിയാക്കി മാറ്റുകയും പിന്നീട് അദ്ദേഹം തിരിച്ചു വരികയും ചെയ്തതാണ്. ഇതിനെ ഏറ്റവും എതിർത്തത് മൗലാന അബുൽ കലാം ആസാദിനെ പോലുള്ള രാജ്യസ്നേഹികളായ നമ്മുടെ മുസ്ലിം സഹോദരങ്ങളാണ്.
സാക്ഷാൽ മഹാത്മാഗാന്ധിയുടെ മകനെ പോലും അന്നത്തെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ അബ്ദുള്ള ഗാന്ധിയാക്കി മാറ്റുകയും നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തെ പിന്നോട്ടടിക്കാനും ഹിന്ദു മുസ്ലിങ്ങളെ പരസ്പരം സംഘർഷത്തിൽ നയിക്കാനും നോക്കിയതാണ്. അന്ന് മഹാത്മാഗാന്ധി ടൈംസ് ഓഫ് ഇന്ത്യക്ക് എഴുതിയ ഒരു എഴുത്ത് കൃത്യമായി ഇന്നും അവൈലബിൾ ആണ്. അതിൽ മഹാത്മാഗാന്ധി പറയുന്നുണ്ട്, സാക്ഷാൽ രാഷ്ട്രപിതാവ് ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടി വെടിയേറ്റ് മരിച്ച മഹാത്മാഗാന്ധി പറയുന്നുണ്ട്, എന്റെ മകൻ ആത്മീയമായി പോയെങ്കിൽ എനിക്ക് പ്രശ്നമില്ല, പക്ഷേ ആത്മീയമല്ല, ഇതിന്റെ പിന്നിൽ ഭൗതികപരമായ പല മോട്ടിവേഷൻസും ആണോ എന്ന് കരുതേണ്ടിയിരിക്കുന്നു. അപ്പൊ മഹാത്മാഗാന്ധിയുടെ മകനായ ഹരിലാൽ അബ്ദുള്ള ഗാന്ധിയെ മതം മാറ്റാൻ പറ്റുമെങ്കിൽ നമ്മുടെ പാവപ്പെട്ട പിള്ളേരെ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ആ ഇസ്ലാമിസ്റ്റുകൾ വളരെ ന്യൂനമാണ്, തീവ്ര വഹാബികൾ ന്യൂനമാണ്, അവരെ ഒരുമിച്ച് നിന്ന് എതിർക്കണം. അതുകൊണ്ട് ഈ വിഷയങ്ങൾ കാര്യമായി സംസാരിച്ച് ഇതിനെ അഡ്രസ് ചെയ്ത് മുമ്പോട്ട് പോകണം. ഓക്കെ, വ്യക്തമാണ്. ശ്രീ പി സി ജോർജ്, ശ്രീ കെവിൻ പീറ്ററും രാഹുൽ ഈശ്വറും ഈ ലഹരി ഭീകരതയുടെ ഒരു മാരക അവസ്ഥയെക്കുറിച്ച് പറയുകയുണ്ടായി. പാലാ രൂപതാധ്യക്ഷൻ ക്രൈസ്തവ സമുദായത്തിൻ്റെ മാത്രം നന്മയെ കരുതി മാത്രമല്ല, കേരള സമൂഹത്തിൻ്റെ നന്മയെ കരുതിയാണ് ഈ ലഹരി ഭീകരതയ്ക്കെതിരെ ആഞ്ഞടിച്ചത്. പക്ഷേ അതിനുശേഷമുണ്ടായ ചർച്ചകളുടെ ഒരു ഫോക്കസ് ഒരു വർഗീയവൽക്കരണത്തിൻ്റെ രീതിയിലാണ് ആ ചർച്ചകൾ പോയത്. ആ ചർച്ചയുടെ ആ ഫോക്കസ് ഗതിമാറ്റി വിട്ടതിൽ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾക്കും ഒരു പങ്കില്ലേ ശ്രീ പി സി ജോർജ്? ഞാൻ സത്യം പറയട്ടെ, പിതാവിന്റെ പ്രസംഗം സത്യത്തിൽ അത് ഏതോ പത്രക്കാരൻ ചാനലിൽ കൊടുത്തോണ്ടാണ് പുറത്തു വന്നതല്ലേ, ഇത് പള്ളിക്കകത്ത്. അപ്പൊ അതിനകത്ത് നമ്മുടെ മാധ്യമങ്ങളുടെ തെറ്റായ സമീപനമുണ്ട്. ഞാൻ നമ്മുടെ ഒരു മാധ്യമ സുഹൃത്തിനോട് ഇന്നലെ രാത്രിയിൽ ക്ഷോഭിച്ച് സംസാരിക്കേണ്ടി വന്നു. ഈ പ്രശ്നം സമാധാനമായി തീർക്കാനാണോ വർഗീയത ഇല്ലാതാക്കാനാണോ നോക്കുന്നത്, അതോ വർഗീയത ഉണ്ടാക്കാനാണോ എന്ന് ചോദിക്കേണ്ടി വന്നു. മനസ്സിലായില്ലേ? ഇപ്പൊ രാഹുൽ ഈശ്വർ പറഞ്ഞ കേട്ടില്ലേ, അതുപോലെ വേണ്ടേ സംസാരിക്കാൻ. കെവിൻ പീറ്റർ ആണെങ്കിൽ കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക വക്താവ് സംഘടന ആളാണ്. അദ്ദേഹം പറഞ്ഞതിനകത്ത് വേദനകളുണ്ട്. അപ്പം രാഹുൽ ഈശ്വർ പറഞ്ഞ പോലെ സൗമ്യമായിട്ട് നമ്മൾ ഈ കാര്യങ്ങൾ പരിഹരിക്കാൻ നോക്കണ്ടേ. ഞാനും അതാ പറയുന്നത്. പക്ഷേ സൗമ്യത കൊണ്ട് മാത്രമായില്ല എന്ന അഭിപ്രായം എനിക്കുണ്ട്. ഇങ്ങനെ നിങ്ങൾക്ക് അറിയില്ല, ഇപ്പ ഈ ഇതുണ്ടല്ലോ നമ്മുടെ ഈ മയക്കുമരുന്ന്, ആ മയക്കുമരുന്ന് ഒരു പെൺകുട്ടിക്ക് കൊടുത്താലുണ്ടല്ലോ, അവള് കിടന്നുറങ്ങൂല. 5 പുരുഷന്മാരെയെങ്കിലും സ്വീകരിച്ച് അവള് കിടന്നുറങ്ങും. കാമപ്രാന്തായി 1000 വിഷമുള്ള ലൈംഗിക ഉത്തേജന ഔഷധങ്ങളാണ് ഈ കൊടുക്കുന്നത്. ആലോചിച്ച്, ഏത് പെൺകുട്ടി വിവാഹിതയല്ലാത്തൊരു പെൺകുച്ചിനെ കൊണ്ടുപോയി സ്നേഹിച്ചു കൊണ്ടുപോയി എന്നുവെച്ച് ആ മയക്കുമരുന്നും കൊടുത്തിട്ട് കൊടുത്ത് ഇത് കൂടെ കൂട്ടിക്കൊടുത്ത് എന്താണ് ഈ ചെയ്യുന്നത്? ഇത് മനുഷ്യത്വമാണോ? ഇത് തെറ്റാന്ന് പറഞ്ഞ ഉടനെ കുറ്റം പറയുക. തെറ്റാന്ന് പറഞ്ഞതിന് പോടാന്ന് പറയാതിരിക്കാൻ പറ്റില്ല എനിക്ക്. ഞാനങ്ങനെ പുറകോട്ട് പോകുന്നതിനുമല്ല, അതുകൊണ്ട് പറയുക. പിന്നെ നിങ്ങള് ജോർജ് ചോദിച്ചത് ഇപ്പൊ എന്നോട് എന്താ, എന്നാ ചോദിച്ച സ്പെഷ്യൽ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഈ ചർച്ചയുടെ ഒരു ഗതി മാറ്റിവിട്ടതിൽ ഒരു വർഗീയവൽക്കരണം ഉള്ള രീതിയിൽ അതായത് ഇതിനകത്ത് നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം എന്താ, മാധ്യമ സുഹൃത്തുക്കൾ ഇതിനെ വളരെ മാന്യമായി കൈകാര്യം ചെയ്തെങ്കിൽ ഇങ്ങനെ ചർച്ച പോലും കേരളത്തിൽ ഉണ്ടാവില്ല. വന്നു കഴിഞ്ഞ് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, അഭിനന്ദ പിതാവിനെതിരെ എല്ലാം കൂടെ ചുറ്റും നിന്ന് ആക്രമണമല്ലായിരുന്നു. 4 വർത്തമാനം ഞാൻ പറഞ്ഞപ്പോഴല്ലേ ഇപ്പൊ പിതാവിനെ അനുകൂലിക്കാൻ വേണ്ടി ഓടി കിടക്കുക എല്ലാ രാഷ്ട്രീയക്കാരും. മനസ്സിലായല്ലോ? ആകെ ഒരു സ്ട്രോങ് നിലപാട് സ്വീകരിച്ച് സത്യം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി സഖാവ്. അദ്ദേഹം, ഞാൻ അറിയാലോ, അദ്ദേഹത്തെ ഏറ്റവും വിമർശിക്കുന്ന ആളായാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എപ്പോഴും ശബ്ദം വരുന്ന ആളായാണ്. പക്ഷെ അദ്ദേഹം ചെയ്ത നല്ല കാര്യം നിശ്ചയിക്കും. അദ്ദേഹം പറഞ്ഞു, യാതൊരു കാരണവശാലും അഭിനന്ദ പിതാവിനെതിരെ കേസെടുക്കാൻ ഒരു കാര്യമില്ല, ഇതുണ്ടോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ സൂക്കേട് തീർന്നില്ല അവന്റെയും. ഇപ്പോ CPM-ന്റെ പാർട്ടി കോൺഗ്രസിൽ അത് ചർച്ച ചെയ്യാൻ പോവുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏറ്റവും മാന്യമായി കാണുന്ന ഒരു കാര്യമാണ്. ഞാൻ ചോദിക്കുന്നത്, മാധ്യമ സുഹൃത്തുക്കൾ ഇപ്പോ പുറകോട്ട് പോയി. ഇപ്പോ മാധ്യമ സുഹൃത്ത് പോയെന്ന് പറഞ്ഞ് ഇന്നലെ ഒരു മാധ്യമ സുഹൃത്തിനെ ഞാൻ പുറകോട്ടാക്കി. അവസാനം ഞാൻ പറഞ്ഞ ഐഡിയയിലേക്ക് അദ്ദേഹം വന്നു. മനസ്സിലായില്ലേ? മാധ്യമ സുഹൃത്തുക്കളെല്ലാം ഇനിയെങ്കിലും ഒന്ന് നന്നായി വരണം. ഞാൻ കോട്ടയത്ത് പത്രസമ്മേളനം നടത്തിയപ്പോൾ 2 പേര് ചോദ്യം ചോദിച്ചു. അവരോട് ഞാൻ അനിയന്റെ പേരെന്നെ അവർ പറഞ്ഞു, വാപ്പാടെ പേരെന്നെ ഇന്നതാണ്. അപ്പൊ ആ പേര് ദൃശ്യങ്കിൽ നിന്ന് വിളിച്ചാൽ എങ്ങനെ ഇരിക്കും? ആ പേരാ എന്റെ ഓർത്തോളാൻ പറഞ്ഞു. അപ്പം അതിന്റെ അർത്ഥം മനസ്സിലായല്ലോ. അപ്പൊ ആ പത്രസമ്മേളനം ഞാൻ ഇറങ്ങിയത് ചെറുപ്പക്കാരൻ ഇടുമെന്ന് പറയാ, എന്റെ ചോദ്യമല്ല, എന്നെ കൊണ്ട് ചോദിപ്പിച്ചതാണ്. മനസ്സിലായല്ലോ? തന്റെ ഇടയിൽ ഇപ്പൊ ഇത് ചോദിക്കാൻ പരസ്യമായി കുറ്റം പറയാൻ നമ്മുടെ ഭാഗം ശരിയാണെന്ന് ജനം മനസ്സിലാക്കി കഴിഞ്ഞു. ഇവിടുത്തെ ഹൈന്ദവ സമൂഹം എന്ന് പറയുന്നത് എത്രയോ ശതമാനമുണ്ട്.
മനസ്സിലാക്കണം. ഇത് എന്താ ഇതിനാ കാരണം? ഞാൻ ഒളിച്ചു വെക്കാതെ പറയാൻ പോയത് ഇത് ഈ ചർച്ചയല്ലേ. 1958 കണക്കറിയല്ല, 58 ക്രിസ്ത്യാനി 24.10%, മുസ്ലിം 14%. ഇപ്പോഴോ, അതായത് 18 കണക്കാ ഞാൻ പറയുന്നു. ഇപ്പൊ മുസ്ലിം 27% മിച്ചം, ക്രിസ്ത്യാനി 17. നേരെ തലതിരിഞ്ഞു വന്നു. ആരാ ഉത്തരവാദി? ക്രിസ്ത്യാനിയ. ഈ ഷക്കേര് അത് പറ പ്രസവിക്കാതെ 25-30 ആകുമ്പോഴാണ് കെട്ടിച്ചു വിടുന്നത്. കല്യാണം കഴിഞ്ഞ് ഒരു കൊച്ചുണ്ടാകുമ്പോഴത് പണി തീർന്നു. അപ്പോഴേ അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ ജർമ്മനിയിലോ പോകുന്ന കാര്യം ആലോചിക്കുന്നത്. ഇവിടെ കുഞ്ഞുങ്ങൾ വേണ്ടേ? നിങ്ങളൊരു 4-5 അതാണ് പിതാവ് ആദ്യം നടത്തിയ പ്രസ്താവന. അന്ന് മുതൽ തുടങ്ങിയ പിതാവിനോട്. അന്ന് ഞാൻ സൂക്കട് തീർത്ത് കൊടുത്തു. പിതാവ് പറഞ്ഞത് 4 പിള്ളേർ കൂടുള്ളതിന്റെ ചെലവിന് 1500 വെച്ച് മാസം കൊടുത്തേക്കാന്ന്. അത് പിതാവിന്റെ കയ്യിൽ നിന്നല്ലേ, അരമനന്നല്ലേ കൊടുക്കുന്നത്, നാട്ടുകാർ പിടിച്ചല്ലേ കൊടുക്കുന്നത്. ആർക്കും വിഷമമൊന്നും വേണ്ടല്ലോ. ഇവിടെ ഹിന്ദുവിന്റെ ശതമാനം ഒന്ന് ആലോചിച്ച്. ഈ കഴിഞ്ഞ തവണ ഞാൻ ഈ ജന്മത്തിന്റെ കണക്ക് നോക്കി, സമയക്കുറവോട് ചുരുക്കാം. അതായത് 2012 18%, 2012 18% ക്രിസ്ത്യാനിയും 23 എന്റെ കണക്കുണ്ട്, അതിന്റെ കറക്റ്റ് കണക്കുണ്ട്. അതായത് കണക്കൊന്ന് അറിഞ്ഞിരിക്കേണ്ട ആവശ്യം കേരളം. 2012 18.6 ക്രിസ്ത്യാനി, മുസ്ലിം 30.9. 100 പേര് ജനിക്കുമ്പോഴാണ് 38.9 ഹിന്ദു ആയിരുന്നു. ഏത് 55% ഹിന്ദുക്കള് 38.9 ഉള്ളൂ. 27% മുസ്ലിം 31.9 ഉണ്ട്. അത് 2018 ആയപ്പോ ആ കണക്കൊന്ന് പഠിച്ചിരുന്നു. ക്രിസ്ത്യാനി 14.3, 4% കണ്ടില്ല. മുസ്ലിം 31 ഉണ്ടായിരുന്ന എത്രയെന്നറിയോ? 43, 12% കൂടി. ഹിന്ദു ഏറ്റവും പ്രധാനപ്പെട്ട സമുദായമല്ലേ, അവര് 39 ഉണ്ടായിരുന്നു, 41, 2% കൂടിയിട്ടുള്ളൂ. ന്യായമായി കൂടേണ്ടത് ഈ 38 ഉണ്ടായിരുന്നവർ എത്ര കൂടണം? ഒരു 15% കൂടണ്ടേ? കൂടിയിട്ടില്ല. ഈ മുസ്ലിം കൂടി 12%, പക്ഷെ ഇവര് 2 ഹിന്ദു. അപ്പൊ ഹിന്ദുവും ക്രിസ്ത്യാനിയും ഈ നിലയിലേക്ക് താഴുകയാണ്. അതിന്റെ കുഴപ്പമാണ് ഇത്. മുസ്ലിങ്ങൾ പോപ്പുലേഷൻ വർദ്ധിക്കുന്നതിന് പണങ്ങേണ്ട കാര്യമില്ല, അവരുടെ കഴിവാത്. ചൈന ഇപ്പൊ അതും കൂടെ പറഞ്ഞു നിർത്തിക്കോളാം. ചൈന എന്തായിരുന്നേ? ചൈനയെ സംബന്ധിച്ചിരിക്കുന്നത് അവിടെ സന്താന നിയന്ത്രണം ശക്തമാക്കിയപ്പോ പേടിച്ചിട്ട് പിള്ളേരില്ലാതായി. ഇപ്പൊ കിളവന്മാരെ കൊണ്ട് അവിടെ നിറഞ്ഞു, വികസന പ്രവർത്തനം മുരടിച്ചു. ചൈന ഇപ്പൊ പിള്ളേരുണ്ടാകുന്നവർക്ക് അങ്ങോട്ട് സമ്മാനം പ്രഖ്യാപിച്ചിരിക്കുക, പിള്ളേരെ കൂടുതൽ ദൃഷ്ടിക്കാൻ പറഞ്ഞിരിക്കുക. ഇന്ത്യയിൽ അതുണ്ടാകാൻ പോവാ ഈ നിലയില്. അതുകൊണ്ട് ഇവിടെ ക്രിസ്ത്യാനിയും ഹിന്ദുക്കളും ഒരു 4-5 മക്കൾക്കെങ്കിലും ജന്മം കൊടുക്കണം എന്നാണ് എന്റെ അഭ്യർത്ഥന. എങ്കിൽ ഈ പ്രശ്നമേ തീരും, ഇല്ലെങ്കിൽ തീരുകയില്ല എന്നും കൂടി പറയുന്നു. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്നും കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ശ്രീ കെവിൻ പീറ്റർ, ഈ അടുത്ത കാലങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്ന് സമാനതകളില്ലാത്ത രീതിയിൽ ശക്തമായ പ്രതികരണങ്ങൾ, പ്രത്യേകിച്ച് ഈ തീവ്രവാദം പോലുള്ള വിഷയങ്ങളിൽ ഉയർന്നു വരുന്നുണ്ട്. പാലാ പിതാവിനെ വളഞ്ഞിട്ട് ആക്രമിക്കുവാൻ ശ്രമിച്ചപ്പോൾ കഴിഞ്ഞ ശനിയാഴ്ചയും ഞായറാഴ്ചയും നാം പാലയിൽ കണ്ടതാണ്. ക്രൈസ്തവ യുവജനങ്ങൾ ഒറ്റക്കെട്ടോടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പാലാ ടൗണിൻ്റെ തെരുവുകൾ കൂടി അണിനിരുന്നു. ഈ ഇന്നത്തെ CPM-ൻ്റെ ഒരു പ്രസ്താവനയിലെ ഒരു വാചകമുണ്ട്: ക്രൈസ്തവ വിഭാഗത്തിൻ്റെ ഇടയിലും വർഗീയമായി സ്വാധീനിക്കപ്പെടുവാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്ന്. ഇതിലെന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ ശ്രീ കെവിൻ പീറ്റർ? ശരിക്കും ഇപ്പോൾ വളരെ മയപ്പെടുത്തിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM-ന്റെ ആ പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത്. വർഗീയമായി മാറ്റം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞത് ഒരു മയപ്പെടുത്തിയാണ്. പക്ഷെ അതില് കുറച്ചുകൂടെ ശക്തമായിട്ടാണ് ക്രിസ്ത്യാനികളെ തീവ്രവാദികളാക്കി ചിത്രീകരിക്കുന്നതാണ് ഇപ്പോൾ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീവ്രവാദികളും ഭീകരവാദികളും. എന്താണ് ഇവിടെ ക്രിസ്ത്യാനി നടത്തിയ തീവ്രവാദം എന്ന് മനസ്സിലാവുന്നില്ല. ശരിക്കും ക്രിസ്ത്യൻ സമുദായത്തിന് നേരെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ മാത്രം എതിർക്കുക മാത്രമാണ് ചെയ്തത്, പ്രതിരോധിക്കുക മാത്രമാണ് ചെയ്തത്. ആ പ്രതിരോധിക്കുന്നതിന് സ്വന്തം നാവുകൾ മാത്രമാണ് ഉപയോഗിച്ചത്. കോടതിയെ ആശ്രയിച്ചു, പോലീസിനെ ആശ്രയിച്ചു. ഇത്തരം കാര്യങ്ങൾ മാത്രമാണ് ഒരു പൗരന് ജനാധിപത്യ ഭരണകൂടം അനുവദിച്ച് നൽകിയിരിക്കുന്ന ആ അവകാശങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഒരുവിധ പൊതുജനത്തിനോ പൊതുമുതലിനോ ആർക്കും ഒരു നിയമം പോലും ലംഘിക്കാതെ ക്രിസ്ത്യാനികൾ പ്രതികരിക്കുന്നതിനെ അത് വർഗീയതയാക്കി മാറ്റുകയും അല്ലെ തീവ്രവാദിയാക്കി മാറ്റുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് ശരിക്കും മനസ്സിലാക്കുക. ഇതൊരു സമ്മർദ്ദ തന്ത്രമാണ്. കാര്യം ക്രിസ്ത്യാനികൾ
വിവിധ സഭകളായി ഒന്നിച്ചു നിൽക്കുന്നു ഇത്രയും കാലം. പക്ഷെ ഇപ്പോൾ അതിനൊരു മാറ്റം വന്നു കഴിഞ്ഞു. ഇവിടെ ഇപ്പോൾ പെന്തക്കോസ്ത് എന്നോ യാക്കോബ എന്നോ ഓർത്തഡോക്സ് എന്നോ സീറോ മലബാർ എന്നോ ലാറ്റിൻ എന്നോ ഇല്ല. കർത്താവായ യേശു ക്രിസ്തുവിലും വിശുദ്ധ ബൈബിളിലും വിശ്വസിക്കുന്നവൻ ആരോ അവൻ ക്രിസ്ത്യാനി, ക്രിസ്തുവിന്റെ അനുയായി, അല്ലെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി സംഘടിച്ച ക്രിസംഗി എന്തു ആയിക്കൊള്ളട്ടെ, അവർ ഒറ്റക്കെട്ടായി മാറിയിരിക്കുന്നു. കാര്യം ഒന്നിച്ച് നിന്നില്ല എന്നുണ്ടെങ്കിൽ ഈ മണ്ണിൽ ഇനി ക്രിസ്ത്യാനി എന്ന അവന്റെ വിശ്വാസങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നല്ല പൗരന്മാരായി ജീവിക്കാൻ സാധിക്കില്ല എന്ന ആ ഒരു ബോധ്യം കാലിന്റെ അടിയിലെ മണ്ണൊലിച്ച് പോയി തീരാറായിരിക്കുന്നു എന്ന ആ ഒരു ബോധ്യമാണ് അവനെ ഒന്നിക്കാൻ പ്രേരിപ്പിച്ചത്. ബാക്കി എല്ലാ വിശ്വാസപരമായ തർക്കങ്ങളും വ്യതിയാനങ്ങളും വ്യത്യാസങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും എല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഒന്നിച്ചു നിൽക്കണം എന്നുള്ളൊരു തീരുമാനം എടുത്തിരിക്കുന്നു. അതിനെ ഇവിടുത്തെ പ്രധാനപ്പെട്ട എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഭയപ്പെടുകയാണ്. കാര്യം ഇവിടെ ക്രിസ്ത്യാനി ഭിന്നിച്ചു നിന്നാൽ മാത്രമേ അവർക്ക് അവരുടെ അജണ്ടകൾ സ്ഥാപിച്ചെടുക്കാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ പാലാ വിഷയത്തിൽ എന്താണ് സംഭവിച്ചത്? അവിടെ മാധ്യമങ്ങളെ, മുഖ്യധാരാ മാധ്യമങ്ങളിലെ 90% മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഒരു സമ്മർദ്ദം ഉണ്ടാക്കി പാലാ പിതാവിനെ അടിച്ചമർത്താം എന്ന ചിന്തയാണ് അവരെ ഇത്തരം കാര്യങ്ങളിലേക്ക് ഇത് ചെയ്തത്. ഇപ്പോൾ ഫസൽ കപൂർ ഒരു ചാനൽ, കഴിഞ്ഞ ദിവസത്തെ ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞു, നമ്മുടെ ഭാഗത്ത് ആൾക്കാരുണ്ട്, ഇത്തരം കാണിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഇതേ വാക്കുകൾ തന്നെ എം അക്ബർ മറ്റൊരു രീതിയിൽ പറഞ്ഞു, ഞങ്ങളുടെ ഭാഗത്തുള്ള തീവ്ര സ്വഭാവമുള്ള ചില ആൾക്കാർ ചെയ്യുന്നതിനെ ഞങ്ങളുടെ സമുദായത്തെ മൊത്തത്തിൽ ആക്രമിക്കുന്നു. അപ്പൊ ഈ രണ്ട് വ്യക്തികളും പൊളിറ്റിക്സിന്റെ ഭാഗത്ത് നിൽക്കുന്ന ഫസൽ കപൂറും ആധ്യാത്മിക ഭാഗത്ത് നിൽക്കുന്ന എം അക്ബറും പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങളുടെ കൂട്ടത്തിൽ തീവ്രവാദ സ്വഭാവമുള്ള ആൾക്കാരുണ്ട്. ഇത് തന്നെയല്ലേ പാലാ ബിഷപ്പും പറഞ്ഞത്? ഇത് തന്നെയല്ലേ ഞങ്ങളും പറയുന്നത്? അല്ലാതെ ആ സമുദായത്തിലെ വളരെ ചെറു കൂട്ടമായ തീവ്രവാദ സ്വഭാവമുള്ള ആൾക്കാരെ എതിർക്കുമ്പോൾ അത് ആ സമുദായത്തെ മൊത്തത്തിൽ എതിർക്കുന്നതാക്കി മാറ്റി ഒരു സമ്മർദ്ദ തന്ത്രം ഉപയോഗിച്ചുകൊണ്ട് മുൻകാലങ്ങളിലെ പോലെ ഇപ്രാവശ്യവും അത് നടത്താമെന്നാണ് ഇവർ കരുതിയത്. പക്ഷെ ഇത് ശരിക്കും പറഞ്ഞാൽ ജോസഫ് സാറിന് മുമ്പും ജോസഫ് സാറിന് ശേഷവും എന്ന് കേരള ചരിത്രം, ക്രിസ്ത്യാനികളുടെ കേരള ചരിത്രം മാറിയ കാര്യം ഇവർ അറിഞ്ഞില്ല. അവനവന്റെ ജോലിയും കുടുംബവും പള്ളിയും പ്രാർത്ഥനയും ഒക്കെ ആയിട്ട് കഴിഞ്ഞ പാവപ്പെട്ട ക്രിസ്ത്യാനിയൊക്കെ ഇങ്ങനെയായി മാറിയെങ്കിൽ അതിന് കാരണക്കാർ ഇത്തരക്കാർ തന്നെയാണ്. അവരെ പാലൂട്ടി വളർത്തിയ ഇവിടുത്തെ ഇടത് വലത് രാഷ്ട്രീയ കക്ഷികൾക്കും അതിൽ പങ്കുണ്ട്. അപ്പോൾ ക്രിസ്ത്യാനി ശബ്ദിക്കുമ്പോൾ അതിനെ തീവ്രവാദമായിട്ടും വർഗീയവാദമായിട്ടും എന്തിനു വേണ്ടിയിട്ടാണ് ചിത്രീകരിക്കുന്നത്? ഏതെങ്കിലും ഒരു വൈദികന്റെ പേരിൽ ഒരു പെറ്റി കേസെങ്കിലും ഉണ്ടോ? അല്ലെ ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ച ഏതെങ്കിലും ഒരു സംഘടനയുടെ ഭാഗത്തുനിന്ന് ഒരു കേസെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിയമം ലംഘിച്ചുകൊണ്ട് റോഡിൽ ഇറങ്ങിയോ? ഏതെങ്കിലും ഒരു പൊതുമുതൽ നശിപ്പിക്കുക, ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കി ആരെങ്കിലും ആക്രമിക്കുകയോ ചെയ്തു? അല്ലെ ഒരു ആക്രമണ സ്വഭാവമുള്ള ഒരു ആഹ്വാനം നടത്തിയിട്ടുണ്ടോ? ഇല്ല. കോടതി ഇപ്പൊ വീഷോ എന്ന സിനിമയിൽ കോടതി വിധി ഉണ്ടായി, കോടതി തള്ളുകയാണ് ചെയ്തത്. അപ്പോൾ കോടതി വിധിയെ അംഗീകരിച്ചുകൊണ്ട് തിരിച്ചു പോരുകയാണ് ചെയ്തത്. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു, ആ പോലീസിന്റെ ഭാഗത്ത് നടപടി ഉണ്ടായി, അതിനെ നമ്മൾ അംഗീകരിക്കുകയാണ് ചെയ്തത്. കോടതിയെ കുറ്റം പറയുകയോ കോടതിയിലേക്ക് മാർച്ച് നടത്തിയോ അല്ലെങ്കിൽ പോലീസിന്റെ അനാസ്ഥ എന്ന് പറഞ്ഞു പ്രസ്താവന ഇറക്കിയോ അല്ലെങ്കിൽ ഭരണകൂടത്തിന്റെ നേരെ എതിർക്കുകയോ ഒന്നും ചെയ്തില്ല. ഇവിടുത്തെ വ്യവസ്ഥാപിതമായ ആ നിയമത്തെ എല്ലാം അംഗീകരിച്ചുകൊണ്ട് അതിനുള്ളിൽ നിന്നുകൊണ്ട് ഒന്നിച്ച് നിന്ന് പ്രതികരിക്കും. അതിനി തീവ്രവാദി എന്നല്ല, എന്തെന്ന് വിളിച്ചെന്ന് പറഞ്ഞാലും ഈ നിലപാടിൽ നിന്ന് ക്രൈസ്തവ വിശ്വാസികൾ ഇനി പുറകോട്ട് പോയില്ല. കാരണം വളരെ ശക്തമായി ഒറ്റക്കെട്ടോടെ സമുദായം നേരിടുന്ന പ്രശ്നങ്ങളിൽ ക്രിസ്തീയതയിൽ അടിസ്ഥാനപ്പെടുത്തി പ്രതികരിക്കണമെന്ന വ്യക്തമായ സന്ദേശമാണ് ശ്രീ കെവിൻ പീറ്റർ നൽകിയത്. ശ്രീ രാഹുൽ ഈശ്വർ, ഈ തീവ്രവാദത്തിൻ്റെ ഏറ്റവും വലിയ ഇരകൾ ക്രൈസ്തവ ജനതയും ഹൈന്ദവ ജനതയുമാണ്. ഈ നാർക്കോട്ടിക് ജിഹാദ്, ലവ് ജിഹാദ് ഒക്കെ ഇപ്പോൾ ചർച്ചയാകുന്ന ഈ സാഹചര്യത്തിൽ ഹൈന്ദവ സമൂഹം ഇതിൽ എത്രമാത്രം ബോധവാന്മാരാണ് ശ്രീ രാഹുൽ ഈശ്വർ? ഒരു വരി കൂടെ ഇതിന്റെ ഏറ്റവും വലിയ ദോഷം ചെയ്യുന്ന ആൾക്കാരിൽ ഒരാൾ മുസ്ലിങ്ങളും കൂടെയാണ്. ഒന്ന് നോക്കിയാൽ ഇപ്പൊ അഫ്ഗാനിസ്ഥാനിലെ മരിക്കുന്നവരെല്ലാം മുസ്ലിങ്ങളാ. അല്ലെങ്കിൽ ഒരുപക്ഷെ പലർക്കും അറിയാത്തൊരു സംഭവമുണ്ട്. 1979 നവംബർ 20 സാക്ഷാൽ മക്ക പള്ളി ആക്രമിക്കപ്പെട്ടു. അതായത് മുസ്ലിങ്ങൾ പരമപരിശുദ്ധമായി കാണുന്ന പവിത്രമായ മെക്ക പള്ളിയെ ഈ വഹാബി ഇസ്ലാമിസ്റ്റുകൾ ആക്രമിക്കുകയും അവസാനം ഫ്രാൻസിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും പട്ടാളം വന്നിട്ടാണ് പള്ളിയെ മോചിപ്പിക്കാൻ കഴിഞ്ഞത് ഇസ്ലാമിസ്റ്റുകളിൽ നിന്ന്.
അപ്പൊ ഇതിനെയാണ് മെക്ക സീജ് എന്നറിയപ്പെടുന്നത്. ആ സംഭവം നോക്കിയിരുന്നാൽ അത് എല്ലാവർക്കും അറിയാൻ കഴിയും. രണ്ട്, ഹിന്ദു സമൂഹത്തിൽ ഒരുപാട് റെസ്പോൺസ് ഉണ്ട്. ആദരണീയനായ സുകുമാരൻ നായർ സാർ അടക്കം നേതൃത്വം നൽകുന്ന NSS അവരൊക്കെ വളരെ പക്വമായ നിലപാടെടുക്കുന്നവരാണ്. ഒരുപക്ഷെ PC ജോർജ് സാർ ഓർമ്മ കാണും, പണിക്കരേട്ടൻ ഇരുന്ന കാലം മുതൽ പണിക്കരേട്ടൻ ഈ നിർബന്ധിത മതപരിവർത്തനത്തിനെതിരെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ അന്ന് പറഞ്ഞപ്പം പലരും വിമർശിച്ചു. പണിക്കരേട്ടൻ വളരെ സീനിയറാണ്, പരമസാത്വികനാണ്, പറ്റുമെങ്കിൽ അദ്ദേഹം മിണ്ടായിരിക്കത്തേ ഉള്ളൂ. ഒരു നിലപാടിൽ ഇനി ഞാനായിട്ടൊരു നിലപാട് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കേണ്ടത് വിചാരിക്കുന്ന മനുഷ്യൻ പോലും ഇങ്ങനെ ഒരു നിലപാട് പറയുകയുണ്ടായി. വെള്ളാപ്പള്ളി നരേശൻ സാർ, ശ്രീ തുഷാർ വെള്ളാപ്പള്ളി വളരെ ആർജവത്തോടെ പറഞ്ഞു. RSSന്റെ ആദരണീയരായ സംഘത്തിന്റെ ആൾക്കാർ ഇത് ചൂണ്ടിക്കാട്ടി. ഇത് കുറച്ചൊരു ഗ്രേ ഏരിയ ആണ്. ഇതാണ് ഇതിന്റെ വലിയ പ്രശ്നം, കുറച്ചൊരു ഗ്രേ ഏരിയ ആണ്. അതുകൊണ്ട് ഇത് ടാക്കിൾ ചെയ്യാൻ ഒരു 2-3 തലങ്ങൾ ചെയ്യേണ്ടി വരും. സമയക്കുറവുണ്ടെന്ന് അറിയാണ്ട് പെട്ടെന്ന് നിർത്താം. ഒന്ന്, ഒരു നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമം. ഇത് മൗലാന അബുൽ കലാം ആസാദും ഗാന്ധിജിയും എല്ലാം മുമ്പോട്ട് വെച്ചതാണ്. അതായത് ഈ ഇസ്ലാമിസ്റ്റുകൾ, ഇപ്പൊ സോണിയ സെബാസ്റ്റിനെ അല്ലെങ്കിൽ നിമിഷ ഫാത്തിമയെ മതം മാറ്റുന്നവർ ഒരു ഭ്രാന്തന് മാത്രമേ അത് ചെയ്യാൻ കഴിയൂ, അല്ലെങ്കിൽ മതഭ്രാന്ത് ഉണ്ടാവർക്കേ ചെയ്യാൻ കഴിയൂ. അപ്പൊ ഇവരൊരു വലിയ ഇഷ്യൂ ആണ്. ഒരിക്കലും ഉണ്ടാകാൻ പോവാത്ത ഈ ഇല്ലാത്ത ഒരു കാലിഫേറ്റ് ഇസ്ലാമിക് സ്റ്റേറ്റിന് വേണ്ടി പോരാടി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ കേരളം പോലെ ഗോഡ്സ് ഓൺ കൺട്രി ആയ ഒരു സ്ഥലത്ത് നിന്ന്, നല്ല കാലാവസ്ഥ, നല്ല വെള്ളം, ആഹാരം, സുന്ദരമായ സ്ഥലത്ത് നിന്ന് ഈ ഗോഡ്സ് ഓൺ കൺട്രിയിൽ നിന്നൊരു ഡെവിൾസ് ഓൺ ആർമിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ പോവാൻ ഇവർക്ക് ഭ്രാന്തല്ലേ? അവരുടെ മാനസിക നില തന്നെ ആലോചിച്ച് നോക്കൂ. ഇല്ലെങ്കിൽ ആരെങ്കിലും സിറിയയിലോ അഫ്ഗാനിസ്ഥാൻ, അവിടുത്തെ ആൾക്കാർ യൂറോപ്പിലോട്ട് രക്ഷപ്പെടാൻ നോക്കുക. അവിടുത്തെ ആൾക്കാരടക്കം കുറച്ച് ക്രിസ്ത്യൻ മെജോറിറ്റി ആ യൂറോപ്പിലേക്ക് ചെല്ലുകയും അവിടെ കുറെ കൂടെ സമാധാനം ഉണ്ടാവുകയും നോക്കുമ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി ഫൈറ്റ് ചെയ്യാൻ ശരിക്കും ഇവർക്കൊക്കെ ഭ്രാന്താണ്. അപ്പം ഇങ്ങനെയുള്ളവരെ അടർത്തി മാറ്റാൻ ഇവരുടെ കുറെ മെക്കാനിസംസ് ഉണ്ട്. പക്ഷെ ഈ ഫൈറ്റ് നമ്മൾ വിജയിക്കണമെങ്കിൽ നമ്മുടെ കൂടെ മുഖ്യധാരയിലെ മുസ്ലിം സമൂഹം കൂടെ വേണം. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ ശ്രീ മുനീറിനെതിരെ ഈ തീവ്ര താലിബാൻ താല്പര്യമുള്ളവർ ഉറഞ്ഞു തുള്ളുകയാണ്. മുനീറിന്റെ കൈവിട്ടു അല്ലെങ്കിൽ മുനീറിനെ ആക്രമിക്കുമെന്ന് പറഞ്ഞ് നിൽക്കുക. അപ്പൊ ഇവിടെയാണ് ചില കാര്യങ്ങൾ നമ്മൾ നിലപാടെടുക്കണം. അന്ന് അതായത് ജോസഫ് സാറിന്റെ കൈവെട്ടുന്ന കാലത്തൊക്കെ ഒരുപക്ഷെ പള്ളി വളരെ കോഷ്യസ് ആയിട്ടാണ് പ്രതികരിച്ചത്. അത് നല്ലതുമാണ്. പക്ഷേ ചില വിഷയങ്ങളിൽ അസർട്ടീവ് ആകണം. അസർട്ടീവ് ആകേണ്ട സ്ഥലത്ത് നമ്മൾ അസർട്ടീവ് ആകണം. യോജിപ്പ് ഉണ്ടാകേണ്ട സ്ഥലത്ത് നമുക്ക് യോജിപ്പ് ഉണ്ടാകണം. ഇത് രണ്ടും തിരിച്ചറിയാനുള്ള വിവേകം നമുക്ക് വേണം. അപ്പോ തീവ്രവാദത്തോട് സന്ധിയില്ലാത്ത ഫൈറ്റ്, മാർദ്ദവമില്ലാത്ത ഫൈറ്റ് ഒരു വശത്തും, മതസൗഹാർദ്ദം ഉയർത്തിപ്പിടിക്കുന്ന സമീപനം മറുവശത്തും എന്നുള്ള വളരെ തിന്നായ ഒരു ബാലൻസ് നമ്മൾ കീപ്പ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയൂ. ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടയിൽ തന്നെയുള്ള ഈ കപട മതേതരവാദികൾ നമ്മളെ പറഞ്ഞ് അണച്ചുകളെ. അതായത് ഇവർക്ക് മുഴുവൻ ഇസ്ലാമോഫോബിയ ഉള്ളതുകൊണ്ടാണ് ഇവരിത് പറയുന്നത്, ഇവർക്ക് മുഴുവൻ അത് കാരണമാണെന്ന് പറയുന്നത് എന്ന് പറയുന്ന ആൾക്കാർ വരെ ഒരുപാടുണ്ട്. അപ്പം അതുകൊണ്ട് ഇതൊരു ബാലൻസ്, അതായത് കൃത്യമായിട്ടൊരു ബാലൻസിൽ കൊണ്ടുപോയാൽ മാത്രമേ ഈ ഫൈറ്റ് നമുക്ക് വിജയിപ്പിക്കാൻ കഴിയൂ. ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക, ഈ പോരാട്ടം വിജയിപ്പിക്കാൻ വേണ്ടി ആകണം. നമ്മുടെ വോയിസ് വരുന്നത് പറഞ്ഞു തീർക്കാൻ, ദേഷ്യം പറഞ്ഞു തീർക്കാനോ വിഷമം പറഞ്ഞു തീർക്കാനോ ശബ്ദം ഉയർത്താനോ അല്ല. ഇത് വിജയിച്ച് ലെജിസ്ലേഷനായിട്ട് അല്ലെങ്കിൽ പൊതുബോധമായി മാറുകയും അതിലൂടെ നമുക്കൊരു വിക്ടറി ഉണ്ടാക്കുകയും ചെയ്യാൻ കഴിയുമ്പോഴേ മീനിങ് ഫുൾ ആകൂ. അതിന് ഈ തീവ്ര വഹാബി എന്ന് പറയുന്ന വിഭാഗങ്ങളെ മാറ്റി നിർത്തുകയും എല്ലാ വിഭാഗങ്ങളിലുള്ള മിതവാദികളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വളരെ ടു ഹാൻഡഡ് അപ്രോച്ച്, 2 കൈ കൊണ്ടുള്ള ഒരു അപ്രോച്ച് നമുക്ക് ഇതിലെടുക്കണം. അതിന് നമുക്ക് കഴിയട്ടെ. അതിന് ശ്രീ കെവിൻ പീറ്റർ തോമസ് അടക്കം വളരെ പാഷനേറ്റ് ആയിട്ട് സംസാരിക്കുന്നുണ്ടായി. ഷേക്കിന ടെലിവിഷന്റെ ഇടപെടലുകൾ, PC ജോർജ് സാറിനെ പോലെ ഒരുപാട് ജീവിതവും ലോകവും ഇത്തരം കാര്യങ്ങളുടെ ആഴം കണ്ടൊരു മനുഷ്യന്റെ ഒക്കെ ഇടപെടൽ ഈ വിഷയം സമൂഹ ശ്രദ്ധയിലേക്ക് എത്തിക്കാൻ സാധിക്കും. ഒരു വരി കൂടി പറയാം, ഈ വിഷയം നാഷണൽ മീഡിയയിൽ കഴിയുന്നത്ര എത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഈ വിഷയത്തിൽ 2 പ്രാവശ്യം സുപ്രീം കോടതിയിലടക്കം കേസുകളടക്കം പല കാര്യങ്ങൾക്കും പോയി. പോപ്പുലർ ഫ്രണ്ടുകാർ PC ജോർജ് സാറിന്റെ വിഷയം ഓർമ്മ കാണും, എനിക്കെതിരെ എന്നിട്ട് സുപ്രീം കോടതി പോയി. അന്നത്തെ ആദരണീയനായ ചീഫ് ജസ്റ്റിസ് എനിക്ക് അനുകൂലമായ നിലപാടെടുക്കുകയും ഇയാളെ ഇനി ഇത് കൊണ്ടുവരണമെന്നൊക്കെ പറയുകയും ചെയ്തു. അപ്പോ ഈ തീവ്ര ആൾക്കാർ എല്ലാത്തിലും ഉണ്ട്. അവരെ നമുക്ക് ഒരുമിച്ച് നിന്ന് തുരത്താൻ കഴിയട്ടെ. അതിന് നമുക്ക് നല്ല സാമൂഹിക നേതാക്കളും നല്ല രാഷ്ട്രീയ നേതാക്കളും നല്ല ആത്മീയ നേതാക്കളും ഉണ്ടാകട്ടെ. വ്യക്തമാണ്. ശ്രീ PC ജോർജ്, നേരത്തെ കെവിൻ പീറ്റർ ചൂണ്ടിക്കാണിച്ചതുപോലെ ക്രൈസ്തവ സമുദായത്തിനു വേണ്ടി ഒറ്റക്കെട്ടോടെ ഏക മനസ്സോടെ പ്രതികരിക്കുന്ന ഒരു ക്രൈസ്തവ യുവജനത ഇന്ന് ക്രൈസ്തവ സമൂഹത്തിലുണ്ട്. പക്ഷേ വേദനാജനകമായ ഒരു കാര്യം, ആ ഒരു പ്രതികരിക്കുന്ന ആ യുവജനതയെ പലപ്പോഴും അവരുടെ ഒരു മനോവീര്യം കെടുത്തുന്ന രീതിയിലുള്ള ഒരു സമീപനമാണ് മുഖ്യധാര മാധ്യമങ്ങളിൽ നിന്നും സ്ഥിരമായി ക്രൈസ്തവ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന ക്രൈസ്തവ നാമധാരികളിൽ നിന്നുമൊക്കെ വരുന്നത്. ഒരു ഉദാഹരണം, ഈ ക്രിസംഗി എന്ന പേര്, ആ ഒരു പേരിനെ ഒരു വൈദികൻ പറഞ്ഞ വാക്കുകളൊക്കെ വെച്ച് നമ്മുടെ മാധ്യമങ്ങൾ മാർക്കറ്റ് ചെയ്ത കാര്യം നമുക്ക് അറിയാവുന്നതാണ്. ഇത് ക്രൈസ്തവ സമൂഹത്തിൽ ഉയർന്നു വരുന്ന ഒരു സമുദായ ബോധത്തെ തകർക്കുവാനുള്ള ബോധപൂർവമായ ഒരു ശ്രമമല്ലേ ശ്രീ PC ജോർജ്? രാഹുൽ ഈശ്വർ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അത് അദ്ദേഹം പറഞ്ഞത്, ഒരു നിയമനിർമ്മാണം നടക്കുമോ, ന്യായമായ ഒരു ചോദ്യം അനിയൻ നടത്തിയത്. പക്ഷേ കേരളത്തിൽ അതിന് സാധ്യതയില്ല. UP-യിൽ ആ നിയമം കൊണ്ടുവന്നപ്പോൾ അതിനെതിരെ സുപ്രീം കോടതി കയറി ചാടി വീണിരിക്കുക. പിന്നെ എങ്ങനെ ഗുണം പിടിക്കും?
നമ്മുടെ കോടതികളും നന്നാകാനുണ്ട്. കോടതിക്കകത്ത് കുഴപ്പങ്ങളുണ്ട്, ഞാൻ പച്ചയ്ക്ക് പറയുക. അപ്പം ഏതായാലും ഇതിനൊരു നിയമനിർമ്മാണം നടത്താൻ കഴിയുമോ എന്നുള്ളതിനെ പറ്റി വലിയ ഒരു പോരാട്ടം തന്നെ നടത്തേണ്ടി വരും എന്നുള്ള അഭിപ്രായത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. തീർച്ചയായും അത് വേണം എന്ന അഭിപ്രായം തന്നെ ഞാൻ പറയാണ്. പക്ഷേ വേറൊരു കാര്യം അറിയാമോ, നമ്മളിപ്പോ കേരളത്തിൽ ഒരു നിയമസഭാ ചോദ്യം കൊടുത്താൽ മതി, ഇപ്പൊ അല്ല വിവരാവകാശപ്പെട്ട ഒരു ചോദ്യം കൊടുത്താൽ മതി, മതം മാറ്റൽ എവിടെ എങ്ങനെ എന്നൊരു ചോദ്യം എടുത്താൽ വരാൻ പോകുന്ന ഉത്തരം എന്നതാ, ഏറ്റവും കൂടുതൽ മതം മാറ്റം നടക്കുന്നത് ക്രിസ്ത്യാനികളിൽ നിന്ന് ഹിന്ദുത്വത്തിലേക്കാണെന്ന ഉത്തരം വരാൻ പോകുന്നത്. അറിയാമോ എന്താ കാര്യം? കറക്റ്റാ അത്. അതായത് കേരളത്തിലെ പാവപ്പെട്ട പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കൺവേർട്ട് വരുന്ന ക്രിസ്ത്യാനിയാകുന്ന ആളുകൾക്ക് എല്ലാ ആനുകൂല്യം നഷ്ടപ്പെടും. ക്രിസ്ത്യാനിയായിട്ട് മാറിയാൽ, നമ്മുടെ ഒരു എംപിക്കും ഒരു അബദ്ധം പറ്റിച്ചിരിക്കുകയാണ്. ഇങ്ങോട്ട് മാറിയാൽ ആ എംപിക്ക് നിൽക്കാൻ പറ്റില്ലായിരുന്നു, അതായത് ഇന്ന് ഇപ്പൊ എം പി ആണ്, വേറെ കാര്യം. ഇവിടെ ഇങ്ങോട്ട് മാറിയാൽ ക്രിസ്ത്യാനിയാണോ പിന്നെ ആനുകൂല്യം, കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റിന് ആനുകൂല്യമില്ല. മറ്റു മതത്തിലേക്ക് മാറാം, ക്രിസ്ത്യാനി മാറാം. ആ നിയമത്തിനെതിരെ പല പ്രാവശ്യം നിയമസഭ ഞങ്ങളൊക്കെ സംസാരിച്ചതാണ്. പക്ഷെ ഇപ്പോഴും ആ നിയമം നിലനിൽക്കുക. ഇപ്പൊ സംഭവിച്ചിരിക്കുന്ന പാവപ്പെട്ട കൺവെർട്ടഡായ ക്രിസ്ത്യനായ ആളുകൾക്ക് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ അവർ ഹൈന്ദവ സമൂഹത്തിലേക്ക് മാറുക, കാരണം ആനുകൂല്യം കിട്ടാൻ. അത് മറയാക്കിക്കൊണ്ടോ ഞങ്ങൾ മുസ്ലിങ്ങളൊന്നും ചെയ്തിട്ടില്ല, ഇതിവിടെ ക്രിസ്ത്യാനി എല്ലാം കൂടെ ഹിന്ദുവിലേക്ക് പോവുകയാണ്, ഹിന്ദുക്കളും ക്രിസ്ത്യാനി കൂടെ വഴക്കെന്ന് പ്രചരിപ്പിച്ച് എന്താ മറുപടി പറയുന്നു? ഇതറിയത്തില്ലാതെ കണക്ക് നോക്കിയാൽ ശരിയാണ്. ഇതറിയാതെ ഞാൻ നിങ്ങളുടെ ആധികാരികമായിട്ട് പറയുക, ഇതാണ് സത്യം. ഇങ്ങനെ പല സത്യങ്ങളും ഉണ്ട്. ഇവിടെ മതം മാറ്റുന്ന പെൺകുട്ടികളെ മാത്രമല്ല, പുരുഷന്മാരെ മാറ്റുന്നുണ്ട്. ആ പുരുഷന്മാരെ മാറ്റുന്ന ഏറ്റവും ഭീകരമാണ്. ഇന്ന് കരഞ്ഞുകൊണ്ടൊരു അപ്പൻ എന്നെ വിളിച്ചു, മനസ്സിലായില്ലേ? അദ്ദേഹത്തിന്റെ 2 ഇരട്ട മക്കൾ, ആൺമക്കൾ, 2 ഇവന്മാരുടെ ജോലിക്ക് പോയതാ. ഇവന്മാരെ മയക്കുമരുന്നും കൊടുത്ത് 2 മുസ്ലിമായി. എന്നിട്ട് ഇപ്പം ഒരുത്തൻ വീട്ടിൽ വന്നിരിക്കുന്നു, ഭയങ്കര വഴക്കാ വീട്ടിൽ. അവൻ പറഞ്ഞ അപ്പനും അമ്മയും മുസ്ലിം ആകണം, ഇല്ലേ എന്നെ അവർ കൊല്ലും. ആര്? ഇവൻ മുസ്ലിം ആക്കിയവര് അവരെ വിട്ടിരിക്കുക വീട്ടിലേക്ക്, അപ്പനും അമ്മയും മുസ്ലിം ആകണം, ഇല്ലെങ്കിൽ എന്നെ തിരിച്ചു ചെല്ലുമ്പോൾ കൊല്ലും, അതുകൊണ്ട് അല്ലെങ്കിൽ അപ്പനെ കൊന്നിട്ട് ഞാൻ പോകുമെന്ന് പറഞ്ഞ് നിൽക്കുക. അവൻ ഒന്ന് ആലോചിച്ചത് എവിടെ പോയി നിൽക്കും? ഈ മയക്കുമരുന്ന് കൊടുത്ത് ഇങ്ങനെ ഇതുപോലെ ഭീകരവാദം വളർത്തിയാൽ എവിടെ പോയി നിൽക്കും? ഇത് ഞാനൊരു കാര്യം പറയാം, മുസ്ലിം സമുദായത്തിലെ മാന്യന്മാർ വളരെയധികം ഉണ്ടെങ്കിലും എനിക്ക് വലിയ ദുഃഖത്തോട് പറയേണ്ടി വരും. ഞാൻ ഈയിടെ ഒരു ചാനലിൽ അബ്ദുള്ള ആയിട്ട് സംസാരിക്കുക. അബ്ദുള്ളയുടെ സംസാരം കേട്ടപ്പോൾ ഞാൻ എല്ലാവരും മാറ്റിയെടുക്കണം എന്ന് അയാൾ പറയുന്നു. അയാളൊക്കെ ഒരു മനുഷ്യനാണ്. ഇത്ര ഉന്നതമായ സ്ഥാനം കൊടുത്ത് നമ്മളൊക്കെ ബഹുമാനിക്കുന്ന അബ്ദുള്ളയുടെ വായിൽ നിന്ന് വീണതാണ്. ഫസൽ ഗഫൂർ സാഹിബിന്റെ മകനാണല്ലോ ഫസൽ ഗഫൂർ എന്ന് എനിക്ക് തോന്നി. ഇത്ര ഉന്നതമായ സ്ഥാനം വഹിക്കുന്ന ഒരു വർഗീയത പറയാൻ പറ്റുമോ? അങ്ങനെ ഒരു വർഗീയത എന്തോ ഒരു ദുഃഖമാ. എനിക്ക് ഈ അബ്ദുള്ള പറഞ്ഞ എനിക്ക് ഏറ്റവും വിഷമം, അദ്ദേഹം പറഞ്ഞ എന്താ, പിതാവിന്റെയും പുത്രന്റെയും പരിസ്ഥാപനം 3 ദൈവമല്ലേ, ഞങ്ങൾക്ക് ഒരു അള്ളാഹുവേ ഉള്ളൂ എന്ന്. മതിയോ? ഇത് തന്നെയാണ് നമ്മുടെ പെൺകുട്ടികളെ ചാക്കിട്ട് കൊണ്ടുപോയി ഇപ്പൊ മുസ്ലിം പെണ്ണുങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്, നിങ്ങളുടെ ദൈവം 3, ഞങ്ങളുടെ 1, ഞങ്ങൾക്ക് അള്ളാഹേ ഉള്ളെന്ന്. അതിന്റെ ചരിത്രം പറഞ്ഞാൽ കൂടിപ്പോവും. ആരാണ് ഏതാണ് സത്യം പുസ്തകമുണ്ട്, ഇതിവിടെ വായിച്ചാൽ പോരെ, അത് വർഗീയതയായിട്ട് പോകും. അതിവിടെ നിർത്തുക, മനസ്സിലായില്ലേ? എന്ത് വൃത്തികേടാ ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്? ക്രിസ്ത്യാനി ഒരു വിശ്വാസത്തെ അതാരാ? അബ്ദുള്ളയെ പോലാണ്. ഇതുപോലെ ഭീകരവാദി വൃത്തികെട്ടന്മാർ ചെയ്യട്ടെ. ശ്രീ പി സി ജോർജ്, പലപ്പോഴും ഈ ക്രൈസ്തവ സമുദായം നേരിടുന്ന ഇത്തരം പ്രശ്നങ്ങൾക്കെതിരെ നമ്മുടെ ക്രൈസ്തവ യുവജനത പ്രതികരിക്കുമ്പോൾ അവരെ നിർവീര്യമാക്കുന്ന ചില സ്റ്റേറ്റ്മെന്റുകൾ നമ്മുടെ ക്രൈസ്തവ നാമധാരികളിൽ നിന്ന് പോലും വരുന്നു. ഇത് ബോധപൂർവമായി നടക്കുന്ന ഒരു കാര്യമാണോ ശ്രീ പി സി? ഞാൻ പറയാം. ക്രിസ്ത്യൻ നാമധാരികൾ കഴിഞ്ഞ ദിവസം CSIയുടെ ഒരു ബിഷപ്പ് ഉൾപ്പെടെ കോട്ടയത്ത് പത്രസമ്മേളനത്തിൽ നിന്ന് പത്രക്കാട് അഭിപ്രായം മാറിയപ്പോ ആ ബിഷപ്പ് നമ്മുടെ അഭിനന്ദ കറങ്ങാട് പിതാവിന് അനുകൂല്യവും പ്രഖ്യാപിച്ച പിരിഞ്ഞത്. വേറെ ഒരു സെറ്റ് ഒരച്ഛൻ ഇറങ്ങി കിടപ്പുണ്ട്. അച്ഛനെ പറ്റി ഞാനൊന്നും പറയുന്നില്ല, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാ. ഇനിയും അത് ഒരു മനുഷ്യനെ പറ്റി മോശം പറഞ്ഞ എന്നാ ചോദ്യം വല്ലതും ഉണ്ടോ? ഇല്ലില്ല, ജോസ് സാർ പറഞ്ഞോളൂ. എനിക്ക് അല്ല KCYM ഒരു കാര്യം പറയാനാ. ജോസ് സാർ പറഞ്ഞു കഴിഞ്ഞിട്ട് പറയാം. എന്താ പറഞ്ഞിട്ട് പറയാം. രാഹുൽ ഈശ്വർ അറിഞ്ഞിട്ട് പറയാം. പറഞ്ഞു.
അല്ല, എനിക്ക് അങ്ങ് നേരത്തെ ചോദിച്ചൊരു ചോദ്യം പ്രസക്തമാണ്. ക്രിസ്തീയ യുവാക്കൾ പലപ്പോഴും അവരുടെ നിലപാടുകൾ വെക്കുമ്പോഴും നമ്മുടെ ക്രിസ്ത്യൻ പെൺകുട്ടികൾ വെക്കുമ്പോഴും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല, പകൽപ്പോഴും ഇകഴ്ത്തി താട്ടാനും അല്ലെങ്കിൽ താത്തിക്കെട്ടാനും നോക്കുക. ഒറ്റ റിക്വസ്റ്റ്, വളരെ പ്രായോഗിക റിക്വസ്റ്റ്. കൃത്യമായി നമുക്ക് KCYM പോലുള്ള സംഘടനയുണ്ട്, അല്ലെങ്കിൽ ഓർത്തഡോക്സ്, കത്തോലിക്ക, മാർത്തോമ, യാക്കോബായ എല്ലാ സംഘടനകളും ഉണ്ട്. ഇവരുടെ യുവജനങ്ങൾക്ക് കൃത്യമായി നിങ്ങൾ പ്രസ് മീറ്റുകൾ അറേഞ്ച് ചെയ്യണം. ഇവരെ കൊണ്ട് നിലപാടുകൾ എടുപ്പിക്കണം. വ്യത്യസ്ത നിലപാടും ചിലപ്പോൾ സ്വരത്തിനൊക്കെ വരും, പക്ഷെ നാളെയിൽ ഇവരുടെ വാക്കുകളാണ് കൂടുതൽ സ്ട്രോങ് ആയി വരേണ്ടത്. അതുകൊണ്ട് നമ്മുടെ എറണാകുളം ആകട്ടെ, ഇപ്പൊ ഒരു പ്രസ് മീറ്റിന് 1500 2000 രൂപയുള്ളൂ. അപ്പൊ ഈ സംഘടനകള് സെൻസിറ്റീവ് വിഷയങ്ങളിൽ അവർ പഠിക്കണം, അവർ ഡിസ്കസ് ചെയ്തിട്ട് അവരുടെ ചിലപ്പം ആദ്യമൊക്കെ പറയുമ്പോൾ 1-2 വാക്കുകൾ തെറ്റിപ്പോവും. എനിക്കൊക്കെ അങ്ങനെ പല വാക്കുകളും ആദ്യം തെറ്റിയിട്ടുണ്ട്. പക്ഷേ ഇവർക്ക് ഈ അനുഭവം കൊടുക്കാതെ നമ്മൾ ഇവരെ വെളിയിൽ വരാതെ എങ്ങനെ നിലപാട് വരും? അപ്പം KCYM-ന്റെ പല പരിപാടികൾക്കും പോകാനുള്ള ഒരു ഭാഗ്യം ലഭിച്ച വ്യക്തിയാണ് ഞാൻ. ഒരു കാലത്ത് കൊറോണയ്ക്ക് മുമ്പ് സ്ഥിരം ഞാനായിരുന്നു പല പരിപാടികൾക്കും പ്രസംഗകൻ. അപ്പോ എന്റെ യൂത്ത് തന്നെ YMCA-യിലൂടെ വന്നതാ. YMCA ഇല്ലായിരുന്നെങ്കിൽ ഞാനിന്ന് ഉണ്ടാവുമായിരുന്നില്ല. കാര്യം എന്റെ എല്ലാ സ്പീക്കിംഗ് ട്രെയിനിങ്ങും ഉടനെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ കുട്ടികൾക്ക് സോഷ്യൽ ഇന്ററാക്ഷനും ഇന്റർവെൻഷനും വേണ്ടിയുള്ള ഒക്കേഷൻ മുതിർന്നവർ കൊടുക്കണം. അവരുടെ നിലപാട് പറയട്ടെ. അവരിൽ ചില ആൾക്കാരെ പ്രസ്സുകളെ കാണട്ടെ. അവർ നിലപാട് പറയുമ്പോൾ കുറെ കൂടെ യങ്സ്റ്റേഴ്സ് വരുമ്പോൾ കുറച്ചുകൂടെ സീരിയസ് ആയി, ഒരുപക്ഷെ മുതിർന്ന തലമുറയെക്കാട്ടി ഒരു കൗതുകം ഉണ്ടാകും, ഇവരുടെ നിലപാടുകൾ കേൾക്കാൻ താല്പര്യം ഉണ്ടാകും. അപ്പൊ അവരെ അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മെക്കാനിസം കൂടെ വേണം. ഞങ്ങളുടെ ഇടയിൽ ഈ YMCA പോലെ ഒരു യങ് മെൻ ഹിന്ദു അസോസിയേഷനെ കുറിച്ച് ഞങ്ങൾ കുറച്ചു കാലമായിട്ട് ആലോചിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ യുവാക്കൾ എന്ന് പറഞ്ഞാൽ 40 വയസ്സിന് താഴെയുള്ള യുവാക്കളെയും യുവതികളെയും കുറച്ചുകൂടെ സാമൂഹിക വിഷയങ്ങളിൽ നിലപാടെടുക്കാൻ പ്രാപ്തരാക്കുകയും നിലപാടുകൾ പൊതുസമൂഹത്തിൽ ശ്രദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ഒരു മെക്കാനിസം ഉണ്ടെങ്കിൽ വളരെ നന്നായിരുന്നു. ശ്രീ PC ജോർജ്, അങ്ങേക്ക് തുടരാം. വളരെ കറക്റ്റ് ആയിട്ടൊരു കാര്യമാണ് രാഹുൽ ഈശ്വർ പറഞ്ഞു. മനസ്സിലായില്ലേ? ഇതാണ് ഞാൻ പറഞ്ഞു വന്ന ഈ പോയിന്റിലേക്ക് തന്നെയാണ്. മനസ്സിലായില്ലേ? ഇവിടുത്തെ നമ്മുടെ പ്രശ്നം എന്താണെന്നറിയോ? നമ്മുടെ ചില വൈദികർ, ഒരു വൈദികനെ പറ്റി ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ആ വൈദികൻ അങ്ങനെ ഒരു ചാനലിൽ വന്നു, ഞാനുണ്ടായിരുന്നു, വളരെ അനുകൂലമായിട്ട് കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തി നമ്മുടെ പലരകാട് പിതാവിനെ കുറ്റം പറഞ്ഞ മനുഷ്യനാണ്. നമ്മളെ ഒരു ചാനലിൽ വന്നപ്പോൾ ഞാൻ ഇപ്പറേ ഉണ്ടായിരുന്നു, വല്ല ഒച്ചയ്ക്ക് ഒന്ന് അടിച്ചേക്കാന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ അദ്ദേഹം വളരെ മാന്യമായിട്ട് പിതാവിന് തെറ്റൊന്നും ചെയ്തില്ലെന്ന് പറഞ്ഞിട്ടാ പോയത്. അപ്പൊ അങ്ങനെയൊക്കെ വരണം. നമ്മുടെ സ്ട്രോങ് ആണെങ്കിലേ തീരുമാനം ഉണ്ടാവും. ഇവിടുത്തെ ചെറുപ്പക്കാരെന്ന് പറഞ്ഞ ഒരു കാര്യം ആലോചിക്കണം. ഇപ്പൊ രാഹുൽ ഈശ്വർ പറഞ്ഞല്ലോ, പ്രതികരണ ശേഷിയുള്ള ചെറുപ്പക്കാരാണ്. അവരെ എല്ലാമാണ് ഇപ്പൊ മയക്കുമരുന്നിന് അടിമയാക്കുന്നത്. ഇത് കൊലപാതകമാണ്, സമ്മതിക്കാൻ പറ്റില്ല. എന്ത് വില കൊടുത്തും എതിർത്തേ പറ്റൂ. ഞാൻ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ യാത്ര തുടങ്ങാൻ പോവാ. ഒരു സംശയം വേണ്ട, വിളിച്ചോക്കാൻ നിങ്ങൾ പച്ചയ്ക്ക് ഞാൻ പറഞ്ഞു ഷക്കാനിയോട്, ഒരു സംശയം വേണ്ട ജോർജി, ഞാൻ ഇറങ്ങുക. എനിക്ക് ഒരു സ്ഥാനത്തിന് വേണ്ടി ഞാൻ ഇനി വേറെ ഇപ്പൊ മന്ത്രിയാകാനില്ലെന്ന് ഞാൻ പച്ചയ്ക്ക് ഇന്ന് വേറൊരു ചാനലിൽ പറഞ്ഞിരിക്കുക. ഏതായാലും ഇത് അടുത്ത തലമുറയെ ജീവിക്കാൻ സമ്മതിക്കുമോ എന്ന് നോക്കാൻ പോവാ. അതിന് പള്ളികൾ കേന്ദ്രീകരിച്ചുകൊണ്ടും ക്ഷേത്രങ്ങൾ, ഹിന്ദു കമ്മ്യൂണിറ്റിക്ക് ഒരു കളക്റ്റീവ് വലിയ അപകടമാണ്. രാഹുൽ ഈശ്വറിനെ പോലെ ചെറുപ്പക്കാർ ഇറങ്ങണം. ക്ഷേത്ര കമ്മിറ്റി ഇന്ന് ഇരുട്ടിന്ന് എന്നെ വിളിച്ചു ഒരു ക്രിസ്ത്യാനി പയ്യൻ, ചെറുപ്പക്കാരൻ. എന്നോട് പറഞ്ഞു, അങ്ങളെ ഇവിടെ ഞങ്ങൾ ഒത്തിരി പേരുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് ഇരിക്കാനും കൂടാനും ഒന്നും സൗകര്യമില്ല, പള്ളിയില്ല, പള്ളി ഒന്നും അകലെയാ. പക്ഷെ ഇവിടുത്തെ ക്ഷേത്രത്തിൽ നല്ല ചെറുപ്പക്കാരുണ്ട്, അവരെ ഞങ്ങളെ കൂടെ ഒന്ന് ഒരുമിപ്പിച്ച് തരാമോ? മനസ്സിലായില്ലേ? അങ്ങനെ ഒരുമിപ്പിക്കണം എന്നുള്ള എന്റെ തീരുമാനം. PC ജോർജ്, സമയപരിമിതി മൂലം ഞാൻ ഇടപെടുകയാണ്. വളരെ പ്രസക്തമായ ഒരു ആശയമാണ് അങ്ങ് ഉന്നയിച്ചത്. സമുദായങ്ങൾ ഒറ്റക്കെട്ടായി തീവ്രവാദത്തിനെതിരെ പോരാടുന്നത്. അവസാനമായി ശ്രീ കെവിൻ പീറ്റർ, ഈ കാലങ്ങളിൽ വളരെ ഒരു എനർജി ക്രൈസ്തവ യുവജനതയ്ക്ക് കൈവന്നിട്ടുണ്ട്. സമുദായ വിഷയങ്ങളിൽ ശക്തമായി പ്രതികരിക്കുവാനുള്ള ഒരു തൻ്റെടം, ഒരു ആർജവം നമ്മുടെ യുവജനതയ്ക്ക് കൈവന്നിട്ടുണ്ട്. ഈ ഒരു ആർജവം, ഈ ഒരു എനർജി എങ്ങനെ കെടാതെ നമുക്ക് കാത്തു സൂക്ഷിക്കാൻ കഴിയും? ശ്രീ കെവിൻ പീറ്റർ, ചുരുങ്ങിയ വാക്കുകളിൽ. തീർച്ചയായിട്ടും അത് ഇനി പുറകോട്ടൊരു പോക്കില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ബുദ്ധിയും കഴിവും നിശ്ചയദാർഢ്യവും ഉള്ള ഒരു സമൂഹം തന്നെയാണ് സമൂഹം. അവർക്ക് പ്രതികരിക്കാൻ അറിയാഞ്ഞിട്ടല്ല, അവരെപ്പോഴും മതസൗഹാർദ്ദത്തിനും രാജ്യത്തിന്റെയും സമൂഹത്തിന്റെയും നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. പക്ഷെ അളമുട്ടിയാൽ കടിക്കാത്ത പാമ്പില്ലല്ലോ എന്ന് പറയുന്നത് പോലെ, അവസാന ഭർത്താവ് പറഞ്ഞതുപോലെ വലത് കരണത്ത് അടിക്കുന്നവന് ഇടത് കരണം അടിക്കുന്നതിന് വലത് കരണം കാട്ടിക്കൊടുക്കാൻ പറഞ്ഞു. അവിടെയും കിട്ടി, നടുവിനും കിട്ടി, വയറ്റും കിട്ടി, മുതുകത്തും കിട്ടി. ഇനി മേടിക്കാൻ സ്ഥലമില്ലാതെ വരുമ്പോൾ നമ്മൾക്ക് നേരെ ഉയരുന്ന കയ്യെ തടയുക, അത് മാത്രമാണ് ചെയ്യുന്നത്. അതിൽ നിന്ന് ഇനി എന്തായാലും വരും കാലങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു സംഭവ ബഹുലം തന്നെയായിരിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ മറ്റു വിഷയങ്ങളല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്.
പല മാറ്റങ്ങളും ഇവിടെ ഉണ്ടാവും. അതിന് മുഖ്യ പങ്ക് വഹിക്കുക ക്രിസ്ത്യൻ സമുദായം തന്നെയായിരിക്കും. പല കൂട്ടുകെട്ടിലും പല മാറ്റങ്ങളും രാഷ്ട്രീയത്തിലും സമൂഹത്തിലും ഉണ്ടാവും. കാരണം ഉണ്ടായേ പറ്റൂ. എന്നാൽ മാത്രമേ ഈ ബഹുസ്വര സമൂഹം ഇവിടെ നിലനിൽക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ യുവാക്കൾ, അത് യുവാക്കളെന്നല്ല, ആബാല ക്രിസ്ത്യൻ സമുദായത്തിലെ ആബാല ക്രിസ്ത്യൻ ജനങ്ങൾ ഏത് റീത്തായാലും ഏത് സഭയായാലും ഒന്നിച്ചു നിന്നുകൊണ്ട് തങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ക്രിസ്ത്യാനികൾക്കെതിരെ വരുന്ന ആ ഒരു ഇതിനെ പ്രതിരോധിക്കും. ഇന്ത്യൻ നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് പ്രതിരോധിക്കും. അതിനെ കൂട്ടത്തിലുള്ള ഏത് ക്രിസ്ത്യൻ നാമധാരികൾ, വൈദിക നാമധാരികൾ, സംഘടനകൾ ആരൊക്കെ എതിർത്തി എന്തൊക്കെ കുസംഗിയെന്നോ താലിബാനിയെന്നോ ഭീകരവാദിയെന്നോ തീവ്രവാദിയെന്നോ എന്തൊക്കെ ചാപ്പ കുത്തിയാലും ശരി, ഇതിൽ നിന്ന് ക്രിസ്ത്യൻ സമുദായം എന്തായാലും പുറകോട്ട് പോകില്ല. വ്യക്തമാണ്. തീവ്രവാദത്തിനെതിരെ മാർ ജോസഫ് കല്ലറങ്ങാട്ട് എടുത്ത നിലപാടിനെ, ഷെക്കേന എടുത്ത നിലപാടുകളെ, PC ജോർജ് പോലെയുള്ള നേതാക്കൾ എടുത്ത നിലപാടുകളെ സാധൂകരിക്കുന്ന പ്രസ്താവനയാണ് കേരളം ഭരിക്കുന്ന പാർട്ടിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. ആരൊക്കെ എതിർത്താലും ആരൊക്കെ അനുകൂലിച്ചാലും തീവ്രവാദത്തിനെതിരെയുള്ള പോരാട്ടം തുടരുക തന്നെ ചെയ്യും. ഈ ചർച്ചയിൽ വളരെ ക്രിയാത്മകമായി പങ്കെടുത്ത ശ്രീ PC ജോർജ്, ശ്രീ കെവിൻ പീറ്റർ, ശ്രീ രാഹുൽ ഈശ്വർ, 3 പേർക്കും നന്ദി.